بسم الله الرحمن الرحيم ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സംഘടനാ നേതാക്കന്മാരെ, എന്റെ തൊട്ടു മുമ്പ് വിഷയം അവതരിപ്പിച്ച സഹപ്രവർത്തകനും സുഹൃത്തുമായ അഹമ്മദ് അനസ് മൗലവി സാഹിബ് അവർകളെ, പ്രിയങ്കരരായ സഹോദരന്മാരെ, സഹോദരികളെ, യുവസമൂഹമേ, കാലം അതിൻ്റെ അനുസ്യൂതമായ പ്രവാഹത്തിനിടയിൽ ഒരു പുതിയ വർഷത്തിൻ്റെ പുലരിയിലും ഒരു പുതിയ വർഷത്തിൻ്റെ സമാപനത്തിലും യൗവനം മദ്യത്തിലും മയക്കുമരുന്നിലുമായി ഹോമിക്കപ്പെടുകയും ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു വർഷം തന്നോട് എങ്ങനെ വിട പറഞ്ഞു പോയി എന്ന് ചിന്തിക്കാതെ ഒരു പുതിയ വർഷത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പ്ലാനിംഗ് ഇല്ലാതെ പോയ ഒരു തലമുറയുടെ അബദ്ധസഞ്ചാരത്തിന്റെ ദുഃഖത്തിൽ നിന്നുകൊണ്ട് കർമ്മനിരതമായ യൗവനമെന്ന ചരിത്രത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഏട് തുന്നിച്ചേർക്കുവാൻ ഈ സമ്മേളനത്തിലെ ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുകയും പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുന്ന കുറെ ആളുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവിടെ നിൽക്കുകയും പലപ്പോഴും സംഘാടകർക്ക് വിഷയം കേൾക്കാൻ സാധിക്കാതെ പോവുകയും പൊതുജനങ്ങൾ ശക്തമായി ദീന പഠിക്കുകയും നമ്മളെക്കാൾ സൂക്ഷ്മത പുലർത്തുന്നവർ അവരാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് പൊതുവേ ഉണ്ട്. അതുകൊണ്ട് പുറത്തു നിൽക്കുന്ന സംഘാടകരിൽ ആവശ്യമില്ലാതെ ബേഡ്ജ് കുത്തി അലഞ്ഞു തിരിയുന്നൊരവസ്ഥ നമുക്കേതായാലും കരണീയമല്ല. അതുകൊണ്ട് അതുണ്ടാകരുത്. ഇത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന വചനാമൃതങ്ങളുടെ വേദിയാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ്, പ്രാർത്ഥനയിലാണ് ഞാനും നിങ്ങളും ഇവിടെ വന്നതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയങ്കരരായ സഹോദരന്മാരെ, കർമ്മനിരതമായ യൗവനം എന്ന വിഷയത്തിൽ അടിസ്ഥാനപരമായി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
ഇന്നത്തെ യുവാക്കൾ എന്തുകൊണ്ട് നിർമ്മാണപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ സംഹാരപരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ സമുദായത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നതിനെ സംബന്ധിച്ച് ശക്തമായി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് ജില്ലയിലെ പടന്ന എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പ്രഭാഷണം കഴിഞ്ഞ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുകയും വളരെ മോഡേണായി ആഫ് ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു ചെറുപ്പക്കാരൻ, അവ വളരെ അടിച്ചുപൊളിച്ച് കാതിൽ കടുക്കനിട്ട് വളരെ ആധുനികം എന്ന് പറയാവുന്ന അവസ്ഥയിൽ നിന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന മുജാഹിദ് പ്രവർത്തകരോട് സലാം പറഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ആ ചെറുപ്പക്കാരൻ? എന്നോട് അവർ പറഞ്ഞു, ബാലുശ്ശേരി അറിയുമോ, ഈ നാട്ടിലെ സുന്നി മഹലിലെ ഖാദിയാരെ മകനാണ് പോയത് എന്നാണ് പറഞ്ഞത്. ഈ സുന്നി മഹലിലെ മേഖാദിയുടെ മകനാണ് പോയത്. അല്ലേ സഹോദരങ്ങളെ, യൗവനം എങ്ങനെ രൂപപ്പെടാതെ പോകുന്നു? കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞ് ഇസ്ലാഹി രംഗത്തും സംഘടനാ രംഗത്തും ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടമായിട്ടുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ കുട്ടികളെ സമ്മേളനത്തിൽ കൊണ്ടുവരില്ലേ എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും നോക്കട്ടെ എന്നാണ്. ഇത് വളരെ ഗൗരവമായി നമ്മൾ ഈ രംഗത്ത് കാണേണ്ട ഒരു വിഷയമാണ്. ലോകത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളുടെ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള എത്ര ആളുകളുടെ മക്കൾ ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്? എത്ര ആളുകൾ മതം പഠിക്കുന്നുണ്ട്? പാവപ്പെട്ട കുടുംബത്തിലെ സാധാരണക്കാരന് വേറെ രക്ഷയൊന്നുമില്ലാത്തതുകൊണ്ട് കൊണ്ടുപോയി ചേർക്കുന്നതാവാം, എങ്കിലും അവരിൽ നിന്നാണ് ഈ സമൂഹത്തെ നയിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകുന്നത്, പ്രബോധകന്മാരുണ്ടാകുന്നത്. നല്ല സാമ്പത്തിക ആസ്തിയും കഴിവും വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ഡോക്ടറുടെ മക്കൾ അറബി കോളേജ് പഠിക്കട്ടെ, SLCക്ക് 500 കിട്ടിയ അല്ലെങ്കിൽ 600 കിട്ടിയ കുട്ടികൾ പഠിക്കട്ടെ. ഒരേ സമയത്ത് ഭൗതികവും ആത്മീയവുമായ വിജ്ഞാനങ്ങളിൽ ബുദ്ധിയുള്ള ആളുകൾ വർക്ക് ചെയ്യട്ടെ. ഈ സമൂഹത്തെ നയിക്കാൻ പ്രാപ്തരായവരുണ്ടാവട്ടെ. അതില്ലാത്തതിന്റെ തിക്താനുഭവങ്ങളാണ്. ഞങ്ങൾ എന്തിനു ജീവിക്കുന്നു? യുവാക്കൾക്ക് അറിയില്ല. അങ്ങനെ എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യം അവർ ചോദിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ നല്ലൊരു ജീവിതം അവരുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടില്ല. പാപ്പാനെ അവർ കാണുന്നത്, ഉമ്മാനെ അവർ കാണുന്നത് 2000 വിദ്യാർത്ഥികളെ മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കോഴിക്കോട് പഠനം നടത്തിയിട്ട് 87% ആളുകളും പറയുന്നു അച്ഛനിൽ നിന്നാണ് ഞങ്ങൾ മദ്യപാനം തുടങ്ങിയത്, അമ്മയുടെ തോന്നിയാസം കണ്ടിട്ടാണ് ഞങ്ങൾ വളർന്നത്. 7 ചെറുപ്പക്കാരെ പിടിച്ചിട്ട് 4 പെൺകുട്ടികൾ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്നവരായി തീരുന്നു. ഇത് ഈ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദനമാണ്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരുന്നു. ഈ സമുദായം നന്നാകാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ഈ ലോകത്തുണ്ട്. എത്ര മസ്ജിദുകളാണ് തല ഉയർത്തി നിൽക്കുന്നത്? എത്ര മോഡേൺ സ്ഥാപനങ്ങളാണ്? അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയ ക്രൈസ്തവ ചർച്ചിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറവൂർ ലൈനിൽ വമ്പിച്ച ഒരു ചർച്ചിന്റെ എത്ര ചർച്ചുകൾ, എത്ര ക്ഷേത്രങ്ങൾ, എത്ര മസ്ജിദുകൾ. എന്നിട്ട് പ്രവാചക തിരുമേനി പറഞ്ഞു, ഒരു കാലഘട്ടം വരും, സയഅതി അലന്നാസ്, എന്റെ ജനങ്ങളിൽ ഒരു കാലഘട്ടം വരും. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അന്ന് മസ്ജിദുകൾ അമ്പരചുംബികളായി തല ഉയർത്തി നിൽക്കും. അവരുടെ പള്ളികൾ ജനനിബിഡമായിരിക്കും. പക്ഷേ അവർക്ക് ലഭിക്കേണ്ടതെന്തോ അത് പള്ളി മെമ്പറുകളിൽ നിന്ന് ലഭിക്കാത്ത ഒരു കാലഘട്ടം സംജാതമാകും. അൽ ഉലമാഉ ശർറു മൻ തഹ്ത അദീമി സമാ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ടർ അവരുടെ പണ്ഡിതന്മാരായിരിക്കും. പണ്ഡിതന്മാർ അനന്തരമെടുക്കുന്നത് ആർഭാടപൂർണമായ ജീവിതത്തിന്റെ ഒരു പുതിയ മേഖലയല്ല, വെള്ളി നാണയവും സ്വർണ്ണ നാണയവുമല്ല. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ അനന്തരമെടുക്കുന്നത് അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. അംബിയാക്കൾ ലോകത്ത് വന്നിട്ട് നിർവഹിച്ച ദൗത്യം എന്താണ്? ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് പോയ യൗവനത്തെ, ദിശാബോധമറിയാതെ അലഞ്ഞു തിരിഞ്ഞ യൗവനത്തെ, കടിഞ്ഞാണില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന യൗവനത്തെ ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യബോധത്തിലേക്ക് നയിക്കുകയായിരുന്നു ഇവിടുത്തെ യുവസമൂഹത്തെ. ബാപ്പ ജീവിക്കുന്നവർ കാണുന്നു, ഉമ്മ ജീവിക്കുന്നവർ കാണുന്നു. അത് കണ്ടിട്ട് എന്റെ ബാപ്പ ഉന്നതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു മകന് സാധിക്കുന്നില്ല. നിങ്ങൾക്കറിയുമോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇവിടെ എന്റെ തൊട്ടു മുമ്പ് ഉദ്ധരിക്കപ്പെടുകയുണ്ടായി. മകനെ, നിന്നെ അറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സ്വപ്നത്തിലൂടെ ഇതാ അവസരം നൽകിയിരിക്കുന്നു എന്നൊരു പിതാവ് പറയുമ്പോൾ, ഇന്ന് ഒരു പിതാവ് മകനോട് പറയാൻ, നിന്നെ അറക്കാൻ എന്റെ റബ്ബ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മകൻ പറയും, മട്ടാഞ്ചേരിയിലെ കൊട്ടേഷൻ പാർട്ടിന്റെ അങ്ങയുടെ കഴുത്തറക്കാൻ ഞാനിപ്പോ വരും എന്ന് എനിക്ക് തിരിച്ചു പറയാ. ഇബ്രാഹിം നബിയുടെ മകൻ അങ്ങനെയല്ല പറഞ്ഞു. കാരണം ഇബ്രാഹിം നബി ആരാന്ന് ആ മകൻ കണ്ടു. ആ മകനെ പ്രസവിച്ച അന്ന് പോലും ഇബ്രാഹിം നബി ആരാന്ന് കണ്ടു. അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വിജനതയുടെ മറവിൽ, ജനവാസമില്ലാത്ത, ജനസ്രോതസ്സുകളില്ലാത്ത പരിശുദ്ധമായ ഒരു പ്രദേശം,
അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുമ്പോ ആ അല്ലാഹു വല്ലാത്തൊരു ചോദ്യമാണ്. ഹാജറ ബീവിയുടെ ചോദ്യം അതല്ല, അല്ല ഇബ്രാഹിം, ആ അല്ലാഹു അല്ലാഹു ആണോ അങ്ങയോട് കൽപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ അവിടെ ഉപേക്ഷിച്ച് അങ്ങ് പോകാൻ? ഇബ്രാഹിം നബി പറയുന്നു അതെ. അത് കേട്ടപ്പോൾ അല്ലാഹു ആണ് അങ്ങനെ കൽപ്പിച്ചതെങ്കിൽ ആ അല്ലാഹു ഞങ്ങളെ കൈവടിയുകയില്ല. പാപ്പയിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ശബ്ദം, ഉമ്മയിൽ നിന്ന് അല്ലാഹുവിൽ തവക്കുലുള്ള ശബ്ദം, ഇത് കേൾക്കുന്ന ഒരു മകൻ ഉമ്മയോട് എങ്ങനെ പെരുമാറുന്നു ബാപ്പ അത് മനസ്സിലാക്കിയ ആ ബാപ്പ നമസ്കരിക്കുന്നത് കാണുന്നു, ആ ബാപ്പ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് കാണുന്നു, ആ ബാപ്പ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തുന്നത് കാണുന്നു, ആ ബാപ്പാന്റെ ജീവിതം ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ആ മകൻ കാണുന്നു. അതുകൊണ്ട് എന്റെ ബാപ്പയുടെ സ്വപ്നം ഒരിക്കലും അസ്ഥാനത്താവുകയില്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവ് മകനുണ്ടായത് ബാപ്പയുടെ ജീവിതത്തിലൂടെയാണ്. അത്തരത്തിലുള്ള ഒരു ബാപ്പയുണ്ടോ? അത്തരത്തിലുള്ള ഒരു ഉമ്മയുണ്ടോ? അത്തരത്തിലുള്ള മാതാപിതാക്കളുണ്ടോ? നല്ല അച്ഛന്റെ സംസ്കാരം കണ്ട് വളരുന്ന മക്കളുണ്ടോ? യുവസമൂഹം നശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച്, യുവസമൂഹം പിഴക്കുന്നതിനെ കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ടല്ലോ മാതാപിതാക്കൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ മകൻ പിഴച്ചു പോയതിന്റെ കാരണങ്ങളിൽ ഒന്ന് നിങ്ങളാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? യുവസമൂഹം കർമ്മനിരതമാകണമെങ്കിൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന ലക്ഷ്യം. എന്താണ് അവന്റെ ലക്ഷ്യം? അരീക്കോട് മണൽ മാഫിയകളെ കുറിച്ച് പറയുന്ന മുസ്ലിം യുവാക്കളാണ്. മണൽ വിൽക്കുന്നു, വലിയ തുകകൾ അവരുടെ കൈകളിൽ വരുന്നു. അവർ ചോദിക്കുന്നത് എന്ത് ചെയ്യും? അടിച്ചുപൊളിച്ച് ഭക്ഷണം കഴിച്ച് മദ്യത്തിന്റെ മുമ്പിൽ ക്യൂ നിന്ന് ജീവിതം മുഴുവനും ബലി കഴിക്കുന്ന ഒരു സമൂഹത്തിന് ഈ സമ്പത്ത് എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന ഒരു ലക്ഷ്യബോധം അവനില്ല. ഇതെന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആരവന് മാർഗദർശനം കാണിക്കും? ഇത് വളരെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ യുവാക്കളെ നയിക്കുന്ന യുവ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ? എന്താ ഈ യുവാക്കളുടെ പ്രത്യേകത എന്താ? ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇന്നത്തെ മതസംഘടനകളുടെയും യൗവനത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ISM യുവപഥത്തിലൂടെ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഇത് അടിവരയിട്ട് മനസ്സിലാക്കണം. ഒരു യുവാവിനെ ആ യുവാവിന് തിരിച്ചേൽപ്പിക്കുന്നു എന്നതാണ് ISM ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ കാര്യം. ഒരു യുവാവിന്റെ യുവത്വത്തെ, ഒരു യുവാവിന്റെ മസിൽ പവറിനെ, ഒരു യുവാവിന്റെ കഴിവിനെ, ആ യുവത്വത്തെ പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന ശൈലി ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല. ആ യുവാവിന് തിരിച്ചു കൊടുക്കുകയാണ്. അവന്റെ ജീവിതം എന്താണെന്ന് തിരിച്ചറിയാത്തവന് അവനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവനെ ഉണർത്തി, അവന് വേണ്ടി അവനെ ജീവിപ്പിച്ച് അവന് വേണ്ടി ജീവിക്കുന്നു എന്ന തോന്നലുണ്ടാക്കി സ്വന്തത്തെക്കുറിച്ച് ആത്മാഭിമാന ബോധമുള്ളവനാക്കി ഒരു യുവാവിനെ മാറ്റുക എന്നുള്ളതാണ്. രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നീ രക്തസാക്ഷിയായാൽ ഞങ്ങൾ പാർട്ടി പടുത്തുയർത്തും എന്ന വിജ്ഞാപനമല്ല. നീ രക്തസാക്ഷിയായാൽ നിനക്കുണ്ട്, നിന്റെ സ്വർഗലോകം നിനക്ക് ഭാസുരമാക്കാം, നിന്റെ പരലോകം എന്ന ബോധത്തിലേക്കാണ് യുവസമൂഹത്തെ നയിക്കുന്നത്. ഇന്നത്തെ യുവാക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവനോട് പേടിയാണ്, അവനെ പേടിക്കുന്നു. ഇന്നത്തെ പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു പ്രധാന കാര്യം യുവാക്കളെ പേടിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരോട് തന്നെ പുച്ഛമാണ്. ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന്. ഈ കഴിഞ്ഞ ദിവസത്തെ പഠനത്തിൽ കുട്ടികൾ എഴുതിയ ഒരു വാചകം ഇതാണ്: ഞങ്ങൾ വെറുക്കുന്നു ഞങ്ങളെ തന്നെ. ഞങ്ങളെ തന്നെ വെറുക്കുന്നു എന്നാണ് 2000 കുട്ടികളിൽ നിന്ന പഠനങ്ങളിൽ അവർ പറയുന്നത്. ഞങ്ങളെ തന്നെ വെറുക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തെ വെറുക്കുന്നു. ഇതല്ല ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ജീവിതം. അവിടെയാണ് ഇസ്ലാമിക പ്രമാണം യുവാക്കളെ രൂപപ്പെടുത്തിയെടുത്തതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. കർമ്മനിരതമായ യൗവനമുണ്ടാകണമെങ്കിൽ കർമ്മനിരതമായ ഒരാദർശത്തിന്റെ ബലമുണ്ടാകണം, ഒരാദർശമുണ്ടാകണം. പിന്നെയോ സജീവമായ ഒരു മനസ്സുണ്ടാകണം, സജീവമായ ഒരാരോഗ്യമുണ്ടാകണം. കാർക്കിച്ചു തുപ്പിച്ചൊമച്ച് യൗവനം മുഹോപിക്കപ്പെട്ട് പുകച്ചുരുളുകളിലും മദ്യപാനങ്ങളിലും കഴിച്ചുകൂട്ടുന്ന മനുഷ്യരെയല്ല. ആന്തരിക അവയവങ്ങൾ പഴഞ്ചൂസ് അടിച്ച പോലെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് ആൽക്കഹോളിക് കണ്ടൻസിന് വിധേയമായി ജീവിതം നഷ്ടപ്പെടുന്ന ഒരു യുവസമൂഹത്തെയല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അനന്തകോടി ജീവജാലങ്ങൾ ജീവിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ കോടാനുകോടി ജീവവർഗങ്ങൾ മദ്യപിക്കാതെ മയക്കുമരുന്നടിമപ്പെടാതെ നിങ്ങൾക്കറിയില്ലേ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ? നമ്മുടെ വീടുകളിൽ കെട്ടിയ ഒരു നായ, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു പ്രിയങ്കരനായ അമുസ്ലിം സുഹൃത്തിന്റെ വീട്ടിലേക്ക് രാത്രി ഒരാവശ്യത്തിന് വേണ്ടി അവനെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോ നായ ചാടിക്കുരച്ച് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, ഇതാ ഈ നായ അതിന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ടില്ലാത്ത, യൂണിവേഴ്സിറ്റികൾ പഠിച്ചിട്ടില്ലാത്ത, മൗലിക ലക്ഷ്യങ്ങളില്ലാത്ത ആ നായ തന്റെ യജമാനനെ പണിയെടുക്കുന്ന, വേലയെടുക്കുന്ന യജമാനൻ എന്തെന്ന് വിശ്വസിച്ചേൽപ്പിച്ചവോ ആ പണി രാത്രിയിൽ കാതുകൂർപ്പിച്ച് ഒരു ഇല അനങ്ങിയാൽ ചാടി എഴുന്നേറ്റ് കുരച്ച് യജമാനനെ എഴുന്നേൽപ്പിക്കുമ്പോൾ ആ യജമാനന്റെ മകൻ രാത്രി മുഴുവനും ന്യൂ ഇയർ ആഘോഷിച്ച് മൂക്കറ്റും മദ്യപിച്ച് ബോധമില്ലാതെ ബെഡിൽ മറന്നു
തകർന്നു കിടക്കുമ്പോഴും ആ വീട്ടിൽ കള്ളന്മാർ കയറി അച്ഛനെ ഉപദ്രവിച്ചപ്പോഴും അമ്മയെ ബലാത്സംഗം ചെയ്തപ്പോഴും അറിയാതെ കൂർക്കം വലിച്ചിറങ്ങി ഈ മനുഷ്യനും കൂട്ടിൽ കെട്ടിയ പട്ടിയും തമ്മിൽ പട്ടിക്ക് മൂല്യമേറുകയും മനുഷ്യന് മൂല്യം കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് യുവാക്കളെ നിങ്ങളും ഞാനും ജീവിക്കുന്നത്. രാവ് മുഴുവനും മദ്യപിച്ച് മൂക്കറ്റം കുടിച്ച് വീട്ടിൽ വന്ന് ബെഡിൽ മറന്നു കിടന്ന് ധരിച്ചിട്ടുള്ള ഷൂ പോലും അഴിച്ചു വെക്കാതെ നേരം പുലർന്ന് നോക്കുമ്പോ ബെഡിൽ മൂത്രമൊഴിച്ച മകനെ കണ്ടിട്ട് പഹയ നിന്റെ സ്ഥാനത്ത് 8 ലിറ്റർ പാല് ചുരത്തുന്ന പശു എന്റെ ആലയിൽ ചെന്ന് ഞാൻ കറന്നപ്പോ അതിന്റെ അകിടിൽ നിന്ന് എനിക്ക് 8 ലിറ്റർ പാല് കിട്ടി. അതിന്റെ പാല് സൊസൈറ്റിയിൽ വിറ്റാണ് നിന്നെ പോലും ഞാൻ പോറ്റുന്നത്. നീ എനിക്ക് ഒരു ദുരന്തം നൽകിയപ്പോ നിന്നെ വളർത്തിയതിന് പകരം 18-ാം പട്ട തെങ്ങ് വെച്ചിരുന്നുവെങ്കിൽ തേങ്ങ കിട്ടുമായിരുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്ന യൗവനം, അച്ഛനമ്മമാർ ഇഷ്ടപ്പെടാത്ത യൗവനം, മാതാപിതാക്കൾ ഇഷ്ടപ്പെടാത്ത യൗവനം, എന്റെ മോൻ ഇന്ന് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിചാരിക്കുന്ന മാതാവ് ജീവിക്കുന്ന ലോകം. നൊന്ത് പ്രസവിച്ച മകൻ സ്വന്തം അമ്മയെ മദ്യപാനിയുടെ കൂടെ വന്ന് സ്വന്തം കൂട്ടുകാരന് അമ്മയുടെ കൈകൾ ബന്ധിച്ച് കാലുകൾ ബന്ധിച്ച് ബലാത്സംഗം ചെയ്ത കട്ടപ്പനയിലെ ചിത്രം ആധുനിക ലോകത്തിന്റെ മുമ്പിലുള്ള ചിത്രമാണ്. സഹോദരങ്ങളെ, സ്വന്തം അച്ഛൻ ചാനൽ മാറ്റിയതിന്റെ പേരിൽ അച്ഛനെ കയ്യിലുള്ള ആയുധം കൊണ്ടടിച്ചു കൊന്ന മക്കളുടെ കേരളം ഈ കേരളത്തിന്റെ മുമ്പിലാണ് ഒരു യുവപദം അവതരിപ്പിക്കാൻ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമ്മുടെ ബാധ്യത എന്താണ്? നമുക്കുള്ള സാധ്യത എന്താണ്? യുവപഥം വമ്പിച്ച വിപ്ലവമാണ് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുന്നത് എന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കുന്നൊരവസ്ഥ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 38 പറയുന്ന ആയത്ത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇതാ എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ നിങ്ങൾ ജീവിതത്തെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല. ജീവിതത്തിന്റെ അന്തിമഘട്ടത്തിൽ ബട്ടൺ റസൽ ദുഃഖിച്ച പോലെ, കാർൽ മാർക്സ് ദുഃഖിച്ച പോലെ, അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ദുഃഖിച്ച പോലെ, യുവസമൂഹത്തിന്റെ ആവേശമായി തീർന്നവർ ദുഃഖിച്ച പോലെ ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന ഈ സമൂഹത്തിലെ അറിയപ്പെട്ട കവിയോട് ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം, അങ്ങ് മദ്യപിക്കാറുണ്ടോ? കവിത എഴുതുമ്പോൾ മദ്യപിക്കാറുണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ആവേശമായി മഹാരാജാ കോളേജിന്റെ തിണ്ണ നിരങ്ങി ജീവിതം ഹോമിക്കപ്പെട്ട് ഒരു കാലഘട്ടത്തിൽ സന്യാസിയെ പോലെ യാചിച്ചു ജീവിച്ച ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന മനുഷ്യരോട് ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം, അങ്ങ് മദ്യപിക്കാറുണ്ടോ? ഉണ്ട്, മദ്യത്തിൽ മുങ്ങിക്കുളിക്കാറുണ്ട് എന്നാണ് മറുപടി. കേരളത്തിൽ അറിയപ്പെട്ട യുവാവായ ഗായക ശിരോമണിയോട് വിദേശയാത്രകളിൽ ബ്ലാങ്കറ്റ് പൊതിക്കാറുണ്ടോ, മദ്യപിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് അതെന്ത് ചോദിക്കാനാണ്? അത് ജീവൽ ഗന്ധിയാണ് എന്ന് 1000 മീഡിയകളിലൂടെ വിളിച്ചു പറയപ്പെടുമ്പോൾ ഈ യുവാക്കൾക്ക് ആര് മാതൃക കാണിക്കുമെന്നതിനെ കുറിച്ച് ഗൗരവമായി ഓർക്കേണ്ടതാണ്. തമ്പാനൂർ മസ്ജിദിന്റെ മുന്നിൽ മരിച്ചു വീണ അയ്യപ്പനും ഉണ്ടായിരുന്നു ചില സങ്കല്പങ്ങൾ. കവി അയ്യപ്പൻ പറഞ്ഞത്, എന്റെ ശവമഞ്ചം ചുമക്കുന്നവരോട് എന്റെ നെഞ്ചകത്ത് ഒരു പുഷ്പമുണ്ടാകും, അതിന്റെ ഇതളുകൾ വീതിച്ചെടുത്ത് നിങ്ങൾ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞ അയ്യപ്പന്റെ നെഞ്ചകത്ത് ഒരു പുഷ്പമോ ഒരു പിടി പുഷ്പങ്ങളോ ആയിരുന്നില്ല. വീണകിടന്ന് മരിച്ച് വാനിറയ മദ്യത്തിന്റെ ഗന്ധവുമായി വായിലും ചെസ്റ്റിലും ഒരു പിടി ഉറുമ്പായിരുന്നു എന്നത് സാക്ഷ്യം വഹിച്ചവർ പറഞ്ഞ കഥ. ലോകത്ത് നന്നാക്കാൻ കവി ഭാവനയിൽ ഇറങ്ങിപ്പുറപ്പെട്ട് ഭാവനയുടെ ലോകത്ത് ജീവിച്ച അയ്യപ്പന്റെ ശരീരത്തിലും അയ്യപ്പന്റെ ആന്തരിക അവയവങ്ങളിലും ആൽക്കഹോളിക് കണ്ടൻസ് ഉണ്ടായിരുന്നു. 4 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്ത +2 വിദ്യാർത്ഥിയുടെ ശരീരത്തിലും കള്ളിലും രക്തത്തിലും ആൽക്കഹോളിക് കണ്ടൻസ് ഉണ്ടായിരുന്നു. ന്യൂ ഇയർ ആഘോഷത്തിന്റെ തിമിർപ്പിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വിദേശ മദ്യഷാപ്പിന്റെ മുമ്പിൽ വൻ ക്യൂ ആണ്. ഇൻസൈഡ് ചെയ്തവർ, ഡ്രസ് ധരിച്ചവർ, വാഹനത്തിൽ വരുന്നവർ, യുവാക്കൾ, പ്രായം ചെന്നവർ. ഈ സമൂഹത്തെ ആര് നയിക്കുമെന്ന ചോദ്യം വളരെ പ്രസിദ്ധമാണ്. ആവട്ടെ, പോകട്ടെ, തുലയട്ടെ, കുടിക്കട്ടെ, എന്തുമാകട്ടെ, നശിക്കട്ടെ ഈ യുവതലമുറ എന്ന മുദ്രാവാക്യം പാശ്ചാത്യ ശക്തികളുടെ മുദ്രാവാക്യം, സാമ്രാജ്യത്വ ശക്തികളുടെ മുദ്രാവാക്യം. സൗന്ദര്യത്തെ വിറ്റഴിച്ച്, ഉപഭോഗ വസ്തുക്കളെ വിറ്റഴിച്ച് ജീവിതത്തിന് മൂല്യമില്ലാതെ പോയ ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളിൽ യുവാക്കളെ അവർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? മാറി മാറി വരുന്ന വിപണിയിലെ നമ്പർ 1
കള്ളൻ കാറുകൾ ഓഫർ ചെയ്ത്, നല്ല തുക ശമ്പളം ഓഫർ ചെയ്ത് അധികാരി വർഗത്തിന്റെ തോന്നിയാസത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരു യുവതലമുറയില്ലാതിരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അറിയപ്പെട്ട സ്ത്രീരത്നങ്ങൾ വരുത്തി അന്തിക്ക് കൂട്ടിന് ബ്ലാങ്കറ്റായി പുതയ്ക്കാൻ കൊണ്ടു കൊടുക്കുന്ന പുതിയ ഒരു തലമുറ അറബ് രാജ്യങ്ങളിലുണ്ട്. യൂറോപ്പിനെ ആ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിയ അറബ് രാജ്യങ്ങളെ നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരു ഭൂകമ്പമല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്കാരങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കേണ്ട നിങ്ങൾ അതേ മാത്യു അർണോൾഡിന്റെ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ അങ്ങ് പരിശുദ്ധ അറഫയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ യുവാക്കളാകുന്ന സഹാബികൾ കുതിരയെ ഒരുക്കി നിർത്തി കടിഞ്ഞാണം പിടിച്ച് ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് നെഞ്ചകത്ത് തൗഹീദിന്റെ വിപ്ലവ വീര്യങ്ങളും കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് വന്നതിന്റെ അനന്തരഫലമാണ് യുവാക്കളെ ഇന്ത്യയിലെ ലോകത്തിലെ രണ്ടാം ഭൂരിപക്ഷ പ്രദേശമായി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മാറിയത്. കൊടുങ്ങല്ലൂരിൽ മാലിക് ബിൻ ദീനാറും കൂട്ടരും വരുമ്പോ അന്തസ്സുണ്ടായിരുന്നവരുടെ ജീവിതത്തിന് അങ്ങത്തെ തെങ്ങിൽ നിന്ന് ഇളനീരെടുത്ത് കുടിക്കാൻ കൊടുക്കുമ്പോ അവർ ചോദിച്ചിരുന്നു, ഈ ഇളനീര് ഹലാലാണോ ഹറാമാണോ എന്ന് അവർ ചോദിച്ചിരുന്നു. ഭക്ഷണം കഴിച്ച് പല്ലിൽ തോണ്ടാൻ ഈർക്കൽ ചോദിച്ചപ്പോഴും ആ ഈർക്കൽ ഹലാലാണോ ഹറാമാണോ എന്ന് ചർച്ച ചെയ്ത വിപ്ലവകരമായ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. വഴിയറിയാതെ, ഭാഷയറിയാതെ, ദേശമറിയാതെ, വഴികാട്ടികളില്ലാതെ, പാതയമില്ലാതെ ഒരാദർശം നെഞ്ചിലേറ്റി അവർ നൽകിയ തൗഹീദിന്റെ വഴിത്താരകളിലൂടെ സഞ്ചരിച്ച് തൗഹീദിന്റെ ഹൃദയം പേറാൻ നിങ്ങൾക്കും എനിക്ക് അവസരമുണ്ടായത്. ക്ഷീണിക്കാതെ, തളരാതെ, അന്തസായ യുവത്വം മദ്യത്തിനടിമപ്പെടാതെ, മയക്കുമരുന്നിനടിമപ്പെടാതെ എഴുന്നേറ്റ് നിന്ന് വടിയൊത്ത് നല്ല നിലയിൽ ഒരു ഭാഷ ഉച്ചരിക്കാൻ കഴിയാതെ, നാവ് കോടിപ്പോയ, കണ്ണുകൾ ചുവന്നുപോയ, വിറച്ച ചുണ്ടുകളുമായി എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരു യുവത്വത്തെയല്ല നമുക്ക് ആവശ്യമുള്ളത്. കൊരങ്ങിന്റെ ഹൃദയം ഫ്രഷാണ്, പോത്തിന്റെ ഹൃദയം ഫ്രഷാണ്. കള്ളു കുടിച്ച് അതിന്റെ ലിവർ അലിഞ്ഞു പോയ ഒരവസ്ഥയുമില്ല. ഉലൈകൽ അനാം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. മനുഷ്യരെ നിങ്ങൾ മൃഗങ്ങളെക്കാൾ തരം താഴ്ന്നവരാകരുത് എന്ന് 7-ാം അധ്യായം 179-ാമത്തെ വചനത്തിൽ പറയുമ്പോൾ ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് തുമ്മബുകുൽ ലദീന ലാ യഖിലൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികിട്ടരായ ആളുകൾ ആരാ? ഡെഫ് ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ടുള്ള, അന്ധതയും ബധിരതയും മൂകതയുമുള്ള, കണ്ണു കൊടുത്തിട്ട് കാണാത്ത, കാത് കൊടുത്തിട്ട് കേൾക്കാത്ത, ഹൃദയം കൊടുത്ത് ചിന്തിക്കാത്ത ഒരു പിടി മനുഷ്യരുടെ ദീനനൊമ്പരങ്ങൾ കേൾക്കാത്ത, എന്റെ യൗവനം, എന്റെ കൈകൾ, എന്റെ മസിൽ പവർ, എന്റെ ആരോഗ്യം ഒരു സമൂഹത്തെ സംരക്ഷിക്കാനാണ് എന്ന ബോധമില്ലാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. നിങ്ങളുടെ പണം എന്തു ചെയ്യണം? അടിച്ചു പൊളിക്കാനാണ് ഓർഡർ. ആരുടെ ഓർഡർ? പാശ്ചാത്യ ശക്തികളുടെ, സാമ്രാജ്യത്വ ശക്തികളുടെ, മുതലാളിത്ത ശക്തികളുടെ, ജീവിതത്തെ ഹോമിക്കുന്ന ശക്തികളുടെ. എവിടെയാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്? എന്ത്? സത്യവിശ്വാസികളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് നിങ്ങൾക്ക് ജയിലും പരലോകം നിങ്ങൾക്ക് ഈ ദുനിയാവ് നിങ്ങൾക്ക് ജയിലും പരലോകത്ത് നിങ്ങൾ എത്തവേ. ഇവിടെ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സ്വർഗം പോലെയാണ്. അതേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജയിലാണ്. ഇന്നത് എടുത്തുകൂടാ, ഇന്നിടത്ത് നോക്കിക്കൂടാ. ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ടാണ് അവൻ ജീവിതത്തെ നോക്കിക്കാണുന്നത്. എന്റെ കണ്ണുകൾ അനാവശ്യങ്ങൾ കാണാനുള്ളതല്ല, എന്റെ കാതുകൾ അനാവശ്യങ്ങൾ കേൾക്കാനുള്ളതല്ല, എന്റെ ഹൃദയം അനാവശ്യം ചിന്തിക്കാനുള്ളതല്ല, എന്റെ നാവുകൾ അനാവശ്യം സംസാരിക്കാനുള്ളതല്ല, എന്റെ കൈകൾ തലോടാനുള്ളതാണ്, എന്റെ കൈകൾ ആശ്രയത്വത്തിൻ്റെതാണ്, എന്റെ കൈകൾ പാവങ്ങളെ താങ്ങുന്നതിൻ്റെതാണ്. എന്റെ ജീവിതം ഈ ലോകത്തിന് സമർപ്പിതമാണ്. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരെ പട്ടിണി കിടന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു യുവതലമുറയെ ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുണ്ട്. സഹാബികളുടെ ജീവിതം അതായിരുന്നു. ആരായി സഹാബികൾ? ആരായി സഹാബികൾ? വിശുദ്ധ ഖുർആൻ അവരെ പറ്റി 5 ഇടങ്ങളിൽ പറഞ്ഞത് ഇത് അള്ളയാണ് പറയുന്നത്. അവരുടെ ഉള്ളും പുറവും അറിയാവുന്ന സർവാധിനാഥനായ പടച്ചതമ്പുരാൻ പറയാൻ അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അതെ, ആ ജനതയെ കുറിച്ച് പിന്നീട് അല്ലാഹു പറയുന്നത് എന്താ? കുൻതും ഖൈറ ഉമ്മ വൽതകും മിൻകും ഉമ്മ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത എന്ന ഒരു സമൂഹമായി അവർ മാറി. തീർന്നില്ല. വമൻ യുശാഖിഖു റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. കണ്ടോ, ആരെപ്പറ്റി അല്ലാഹു
വഴിവീഴ്ച യുവത്വം എന്ന് വിളിച്ചുവോ, ആരെപ്പറ്റി അല്ലാഹു വഴിവീഴ്ചവരെന്ന് വിളിച്ചുവോ, ആ സമൂഹത്തെ പിൻപറ്റലല്ലാതെ നിങ്ങൾക്ക് മാർഗമില്ല എന്ന് പറയുന്നിടത്തേക്ക് ആ ജനം വളർന്നു. എങ്ങനെ 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 വളർന്നു അവർ? മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെ. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ പ്രവാചകരെ, അങ്ങ് മാതൃകയാണ്. അതെ, ജീവിതത്തിൽ പ്രവാചകനെ വിമർശിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ലോകം കണ്ട ക്രിസ്തീയ പണ്ഡിതന്മാരിൽ ഫിലെ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ പ്രവാചകൻ മദ്യപിച്ച് ചാണക്കുനയിൽ വീണ് മരിച്ചുപോയി എന്ന കള്ളവാദം നഊദുബില്ലാ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത, മാത്രമല്ല ജീവിതത്തിൽ മദ്യത്തിൽ മുങ്ങിക്കുളിച്ച ഒരു ജനതയെ, ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടുമെന്ന് പാടിയ കവികൾ ജീവിച്ച ഒരു ജനതയെ ഒരു തുള്ളി കുടിക്കില്ല, നോക്കില്ല, ഉൽപാദിപ്പിക്കില്ല, വിൽക്കില്ല എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയെ മാത്രമല്ല ഒരു രാജ്യത്തെ മുഴുവനും രൂപപ്പെടുത്തിയ മഹാനായ പ്രവാചകനും കാർൽ മാർക്സും ഇവിടെ നിൽക്കുന്നു എന്നത് യുവസമൂഹമേ നിങ്ങൾ മനസ്സിലാക്കണം. ബോൺ സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്ത് സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു ഞാൻ എന്ന് കാർൽ മാർക്സ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം അടിച്ചടിച്ച് പൂക്കുട്ടിയായപ്പോ എന്നെ ജയിലറയിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു, എന്നെ ജയിലിലിട്ടു എന്റെ അധികൃതരെന്ന് പറയുകയും ആ ജയിലിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും മദ്യപാനികളായിരുന്നു. മദ്യപിച്ച് അതിന്റെ മത്തിൽ ഒരു കള്ളിഷാപ്പിലിരുന്ന് അനാവശ്യം പറഞ്ഞ് തല്ലുകൂടിയപ്പോ പോലീസുകാരനെ ഓടിച്ചിട്ട് ഞാൻ പോയ എന്റെ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കിതച്ചോടിയത് അന്നായിരുന്നു എന്ന് കാർൽ മാർക്സ് പറയുന്നുണ്ട്. അതല്ല ഇസ്ലാമിക സൊസൈറ്റിയുടെ മുമ്പിലെ ജീവിതം. ബട്ടൺ റസൽ വയ്യാധാരമാക്കിയ ബീവിയും മൈവുട്ടിന്റെ കഥയല്ല ഇസ്ലാമിക യുവത്വത്തിന്റെ കഥ. മാത്രവുമല്ല ഇരട്ട പൗരത്വം സ്വീകരിക്കുകയും രണ്ട് രാജ്യങ്ങൾ പന്ത് തട്ടിക്കളിക്കുകയും ഹിരോഷിമയിലും നാഗസാക്കിയിലും 1945 ഓഗസ്റ്റ് 6, 9 തീയതികളിൽ ട്രൂമാന്റെ നേതൃത്വത്തിൽ ബോംബ് കൊണ്ടുപോയി വർഷിക്കുമ്പോ ജൂത ക്രൈസ്തവരുടെ ബന്ധം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ജൂതനായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ജൂതൻ എന്ന വിഖ്യാതനായ ശാസ്ത്രകാരൻ, യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന യൗവനം, ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ട്രൂമാന്റെ കാതുകളിൽ മന്ത്രിച്ചു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടുന്നതിനെ കുറിച്ച് അവസാനം ദുഃഖിച്ചിട്ടുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ. 54-ാമത്തെ വയസ്സിൽ, നമ്മുടെ വിഷയത്തിന്റെ കാതലായ വശം, 54-ാമത്തെ വയസ്സിൽ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ ബെഡിൽ കിടന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന ഒരു വാക്കുണ്ട്: എന്റെ യൗവനം എനിക്ക് പായായി പോയി, എന്റെ യൗവനം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എന്റെ യൗവനമെങ്ങാനും എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ ഒരു ഫുട്പാത്ത് കച്ചവടക്കാരനായി, ഒരു പ്ലംബറായി ജീവിക്കാനായിരിക്കും ഞാൻ ആഗ്രഹിക്കുക എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നു. എന്റെ പ്രിയങ്കരരെ, 54-ാമത്തെ വയസ്സിൽ യൗവനത്തെ കുറിച്ചോർത്ത് സന്തോഷിക്കാൻ, ദുഃഖിക്കാനല്ല, സന്തോഷിക്കാൻ. അസ്ഹാബുൽ കൗഫിന്റെ കഥ കോറിയിട്ടുകൊണ്ട് അനസ് മൗലവി കടന്നുപോയി. ഞാൻ അതിനൊന്ന് എലാബറേറ്റ് ചെയ്ത് ഒന്നുകൂടെ വികസിപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ. ആ യൗവനമാണ് നമ്മുടെ മാതൃക, കർമ്മനിരതമായ യൗവനം. ഒരു നാട്ടിലെ രാജാവ്, ആ നാട്ടിലെ രാജാവിന്റെ ശിങ്കിടികൾ ഒരു ന്യൂനപക്ഷത്തോട് 10-ൽ താഴെ വരുന്ന യുവാക്കൾ വേറിട്ട് നിൽക്കുന്ന ശബ്ദമായി. ആയിരങ്ങളില്ല, 10,000-ങ്ങളില്ല, മന്ത്രിപദങ്ങളില്ല, സ്വാധീനങ്ങളില്ല, പണമില്ല, പ്രതാപമില്ല, നെഞ്ചകത്ത് സ്വീകരിച്ച ഒരേ ഒരു ആദർശത്തിന്റെ ബലം, ISMനെ നിയന്ത്രിച്ച ബലം, നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ബലം, അധികാരത്തിന്റെ പിൻബലങ്ങൾ ഏത് കാലഘട്ടത്തിലും വമ്പിച്ച സ്വാധീനം ചെലുത്തിയ ഒരു പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം. KP മുഹമ്മദ് മൗലവി അറബികൾ ഒരു കാലഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോ KP മുഹമ്മദ് മൗലവി പറഞ്ഞു, 100 കൊല്ലത്തിന്റെ പാരമ്പര്യമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തെ സാമ്പത്തികം കാണിച്ച് നിങ്ങൾ ഭീഷണിപ്പെടുത്തരുത്. അതിനു മുമ്പ് 4 അണക്കാശ് ചില്ലികൾ വീട് വീടാന്തരം കേറി കൈനീട്ടി ശേഖരിച്ച് അതുകൊണ്ട് നടത്ത ഇസ്ലാഹി ദഅവത്തിന്റെ ഒരു കർമ്മഭൂമികയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് അറബിപ്പണത്തിന്റെ ഇമ്പാച്ചി കാണിച്ച് നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കരുത് എന്ന് KP മുഹമ്മദ് മൗലവി അന്ന് പറഞ്ഞിരുന്നു. യുവാക്കളെ, നമുക്കുള്ള ആവേശമാരായിരുന്നു. അസ്ഹാബുൽ കൗഫിനെ കുറിച്ച് പറയുന്നിടത്ത് ഇന്നത്തെ ഒരുപാട്
ഒരുപാട് യുവ സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, സോളിഡാരിറ്റി ഉണ്ട് ഇവിടെ, SIO ഉണ്ട് ഇവിടെ, SYS ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ പല സംഘടനകളും ഉണ്ട് ഇവിടെ. ഈ യുവാക്കളോട് ഒരു കാര്യം പ്രത്യേകമായി, നിങ്ങൾക്ക് ഖുർആനുമായുള്ള ബന്ധം എന്താണ്? നിങ്ങളെ പ്രശംസിച്ച നിങ്ങൾ ആവേശം ഉൾക്കൊണ്ട അടിസ്ഥാനപരമായ കാര്യം എന്താണ്? വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗത്തെ പറ്റി പറയുന്നുണ്ട്, അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ പേരിലാണ് അവർക്ക് നാടുവിടേണ്ടി വന്നത്, അതിന്റെ പേരിലാണ് അവർക്ക് ഗുഹയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നത്. എന്തേ കാരണം? ഇന്നഹും വിജയത്തും അമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. തീർന്നില്ല. ആയത്ത് ശരിക്കും മനസ്സിൽ കൊണ്ടുവന്ന് അവർക്ക് അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ട്? അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അല്ലാഹു അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്തേ കാരണം? ഈമാൻ വർദ്ധിപ്പിക്കാൻ മാത്രം എന്തേ അവരുടെ യോഗ്യത? അടിവരയിടണം. ഈമാൻ വർദ്ധിക്കാൻ മാത്രം എന്തേ അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടത്? എന്തിന്റെ പേരിലാ? എന്തിന്റെ പേരിലാ? എല്ലാ യുവ സംഘടനകളും ആലോചിക്കണം. എന്തിന്റെ പേരിലാ അല്ലാഹു അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചത്? എന്തിന്റെ പേരിലാ ലോകാവസാനം വരെ ഒരധ്യായത്തിൽ അവർക്ക് വേണ്ടി ഒരു അധ്യായത്തെ അല്ല തെരഞ്ഞെടുത്തത്? എന്തിനാ 114 അധ്യായങ്ങളിൽ ഒരധ്യായം അവർക്കായി അല്ലാഹു തെരഞ്ഞെടുത്തത്? എന്തിനാ അല്ലാഹു ഒരു ഔലിയാക്കൾ എന്ന് പറഞ്ഞത്? എന്ത് ക്വാളിറ്റിയാണ് അവർക്കുള്ളത്? സമ്പത്തിന്റെ പിൻബലമോ, അധികാരത്തിന്റെ പിൻബലമോ, സൗന്ദര്യത്തിന്റെ പിൻബലമോ, വാഹനങ്ങളുടെ അകമ്പടികളോ എന്താ അവർക്കുണ്ടായിരുന്നത്? ആരാ അവരെ സഹായിക്കാനുണ്ടായത്? എന്തു പറഞ്ഞതിന്റെ പേരിലാ അല്ലാഹു അവരെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തത്? തീർന്നില്ല. എന്തിന്റെ പേരിലാ അല്ലാഹു അവരുടെ ഹൃദയത്തെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തി? രണ്ട് കാര്യങ്ങളാ അല്ലാഹു പറഞ്ഞു. ഒന്നവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു, രണ്ട് അവരുടെ ഹൃദയത്തെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തി. നമ്മളാരും പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത മുദ്രാവാക്യം. അതെ അതെ, അവരെഴുന്നേറ്റ് നിന്നു, അവരെഴുന്നേറ്റ് നിന്നു. ഖുർആനിൽ 4-ാം അധ്യായം 95-97 വരെയുള്ള വചനം. ഇരുന്നിരുന്ന് ചന്തി ഉറച്ചു പോയ യുവാക്കളല്ല മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദുകളെ കായിദുകളെക്കാൾ, ഇരിക്കുന്നവരെക്കാൾ സക്രിയമായി യുവത്വത്തെ ഉപയോഗിച്ച മുജാഹിദുകളെ അല്ലാഹു പദവി ഉയർത്തി, അല്ലാഹു അവരെ ആദരിച്ചു, അല്ലാഹു അവർക്ക് മേന്മ നൽകി. മറ്റുള്ള എല്ലാവരെക്കാളും വെറുതെ അല്ല മുജാഹിദായത്. സുന്നികൾക്ക് മേന്മ നൽകി എന്നല്ല, സോളിഡാരിറ്റിക്ക് മേന്മ നൽകി. ഏതെങ്കിലും ഒരു സംഘടനയെ അല്ലാഹു പേരെടുത്ത് പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ മുജാഹിദുകളെ കുറിച്ച് മാത്രമാണ്. ആ മുജാഹിദുകൾ എന്നത് നാമം കൊണ്ടല്ല, കർമ്മം കൊണ്ട്, കർമ്മപദത്തിന്റെ നൈരന്തര്യം കൊണ്ട് ലോകത്ത് വിപ്ലവം നയിച്ച ഒരു ജനത, സംസ്കാരത്തിന്റെ പൂച്ചെണ്ടുകിരിയിൽ നിന്നവരെ, തട്ടി ഉണർത്തി ഉറങ്ങിക്കിടന്നവരെ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ, മകൾക്ക് എഴുതിയ ലെറ്ററിൽ പറഞ്ഞ പോലെ, മനുഷ്യന്റെ ഉള്ളിൽ ആട്ടം ബോംബിനേക്കാൾ വലിയൊരു ശക്തിയുണ്ട്. അത് ഉണർന്നു കഴിഞ്ഞാൽ ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഹിറ്റ്ലറിന്റെ മനസ്സിൽ അത് ഉണർന്നു, പക്ഷേ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങി. ഇത്ര ഉണ്ടായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ, വളരെ ഹൈറ്റ് കുറഞ്ഞ അഡോൾഫ് ഹിറ്റ്ലർ, ആ ഹിറ്റ്ലർ ലോകത്തെ കിടുകിടാവിറപ്പിച്ചു. അതേ, യുദ്ധരംഗത്ത് തൊട്ടടുത്ത് വീണ ബോംബ് അദ്ദേഹത്തിന്റെ കൈകളിലെ ഒരു ഗ്ലാസ് വെള്ളത്തിന് ചെറുക്കിംഗ് പോലും വരുത്താതെ ധൈര്യസമേതം അദ്ദേഹം മുന്നോട്ട് നീങ്ങി. നെപ്പോളിയൻ ബോണപ്പാർട്ട്, അലക്സാണ്ടർ ചക്രവർത്തിമാർ ലോകത്ത് നടത്തിയ വിപ്ലവങ്ങൾ എന്തേ? ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി സമൂഹത്തിന്റെ ചാലക ശക്തിയാക്കി മാറ്റി സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഒന്ന് സമൂഹത്തിന്റെ നാശത്തിന്, ഒന്ന് സമൂഹത്തിന്റെ നവോത്ഥാനത്തിന്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യൗവനം നവോത്ഥാനത്തിന് വേണ്ടി. അതുകൊണ്ടാ അവരെന്തേ അവരുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചത്? എന്തേ അല്ലാഹു അവരെ ഉറപ്പിച്ചു നിർത്തിയത്? ഒരു കാര്യം അവരെ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു. രാജാവിന്റെ മുഖത്ത് നോക്കി, സൈന്യങ്ങളുടെ മുഖത്ത് നോക്കി. റബീ ഇബ്നു ആമിർ കൊട്ടാരത്തിലേക്ക് കറുത്ത പുതപ്പും ധരിച്ച് മെലിഞ്ഞുണങ്ങിയ ധൈര്യസമേതം ശിരസുയർത്തി അങ്ങ് തലകുനിക്കാതെ രാജകൊട്ടാരത്തിൽ പഞ്ചമുച്ചവടക്കി അടിയനെന്ന് പറഞ്ഞു നിൽക്കാതെ തല ഉയർത്തി കടന്നു ചെന്നു. ആരടാ ഈ രാജകൊട്ടാരത്തിൽ ഇത്ര ധൈര്യശാലിയായ ഒരു ദരിദ്രനാര്? റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. അതെ, അങ്ങോട്ട് കയറി ചെന്നു. നിങ്ങൾ ആരാ?
ഞങ്ങൾ ആരാണെന്നോ അതെ, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കാൻ വരികയാണ്. ലോകത്തിന്റെ മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കും അവന്റെ അടിമകളാകുന്നതിലേക്കും, ഭൂമിയുടെ കുടിസതയിൽ നിന്ന് ഇസ്ലാമിന്റെ വിശാലമായ ലോകത്തേക്കും, അനീതിയുടെ ലോകത്ത് നിന്ന് നീതിയുടെ ലോകത്തേക്കും നിങ്ങളെ കൈപിടിച്ചുയർത്താൻ അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം നിർവഹിച്ചവർ, ആ ദൗത്യം ജീവിതത്തിൽ പകർത്തിയവർ. ഇനി എന്തേ അസ്ഹാബുൽ കൗഫിന്റെ പ്രത്യേകത? അവർ പറഞ്ഞു, ലന്നദുആ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തത. ആകാശഭൂമികളുടെ റബ്ബ് ഞങ്ങളുടെ റബ്ബാണ് എന്ന് മാത്രമല്ല, അവന് പുറമെ മറ്റാരോടെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ, അടിവരയിട്ടോ ISMകാർ അടിവരയിട്ടോ ബാക്കിയുള്ള മുസ്ലിം സംഘടനകൾക്ക് പറഞ്ഞു കൊടുക്ക്. എന്താ അവർ പറഞ്ഞത്? അള്ളാഹുവിന് പുറമെ മറ്റൊരു ശക്തിയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് അന്യായമായ വാക്കാകും. എന്ത്? അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന എന്ന മെസ്സേജ് ലോകത്തിന് നൽകുന്ന മുഴുവൻ പ്രാസംഗികരും അന്യായമായി പ്രസംഗിച്ചവരാണ്. അവരുടെ പ്രസംഗം ന്യായമല്ല. അസ്ഹാബുൽ കൗഫിന്റെ പ്രഖ്യാപനം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് അന്യായമായ വാക്കാണ്. ആ അന്യായമായ വാക്ക് ഞങ്ങൾ പറയില്ല എന്ന് എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ഈമാൻ കൊടുത്തു. പറ, ISMനെ സംബന്ധിച്ചിടത്തോളം ഈ ഈമാനിക ചൈതന്യം എവിടെ കടന്നു എന്നാലും ലോകത്തിന്റെ ഏത് മേഖലകളിൽ 5 മിനിറ്റ് പറയാൻ കിട്ടിയാൽ യൂസുഫ് നബിയെ പോലെ അതേ ജയിലറകളിൽ കഴിയുന്ന രണ്ടാളുകൾ സ്വപ്ന വ്യാഖ്യാനം വന്ന് ചോദിച്ചപ്പോ വ്യാഖ്യാനം പറഞ്ഞുകൊടുത്ത് മനസ്സ് തങ്ങൾക്ക് അനുകൂലമാക്കി തൗഹീദ് പറയാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മറിച്ച് ആദ്യം തൗഹീദ് പറഞ്ഞു കൊടുക്ക്, പിന്നെ അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്ക്. അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്ത് തൗഹീദ് പറയാൻ ചോദിച്ചാൽ ആവശ്യം നിർവഹിച്ചു കൊടുത്തു എന്ന കാരണത്താൽ അവർ നിനക്ക് ചെവി തരും. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് പറയാനുള്ളത് ആദ്യമായി അവരെ പറഞ്ഞു കേൾപ്പിക്കുക. ജയിലറകളിൽ കിട്ടിയ ആ സമയം ഫലപ്രദമായി തൗഹീദ് പറയാൻ ഉപയോഗിച്ച യൂസുഫ് നബിയുടെ യൗവനം തീർന്നില്ല. മഹാനായ യൂസുഫ് നബി സൗന്ദര്യത്തിന്റെ നിറകുടം. റസൂലുള്ളാഹി പറഞ്ഞത് സൗന്ദര്യത്തിന്റെ പാതി എന്നാണ്. സൗന്ദര്യത്തിന്റെ പാതിയായ യൂസുഫ് നബി രാജകൊട്ടാരത്തിൽ ജീവിക്കുകയാണ്. സുഖലോലുപതയുടെ പ്രഥമ വനിതയായ സുലേഖ അവർ ക്ഷണിക്കുന്നു ഒരു തമ്മാടിത്തത്തിന്. അവിടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോരാൻ കഴിഞ്ഞ ഒരു യൗവനം, ആ യൗവനമാണ് നമ്മുടെ മാതൃക. അതെ, അപ്രകാരം നാം തിരഞ്ഞെടുത്ത അമ്പിയാക്കൾ അവർ നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്നവരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം നമുക്ക് മാതൃകയായിരുന്നു. എന്നിട്ട് ദുനിയാവിന്റെ തോന്നിയാസം കൊണ്ട് രാജകീയ ജീവിതം നയിക്കുന്നതിനേക്കാൾ ജയിലിലെ ജീവിതമാണ് എനിക്ക് ഉത്തമം എന്ന് പറഞ്ഞ് യൗവനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തീർന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇബ്രാഹിം നബി എന്ന പേര് കേൾക്കുമ്പോ ഒരു വലിയൊരു മനുഷ്യൻ അല്ലേ, പ്രായമേറെയുള്ള ഒരു മനുഷ്യൻ, വലിയൊരു തലപ്പാവ് ധരിച്ച് ചുബ്ബയിട്ടൊരു മനുഷ്യൻ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. ഇബ്രാഹിം നബി ബാപ്പാനോട് തൗഹീദ് പറയുമ്പോ, ഇബ്രാഹിം നബി വിഗ്രഹത്തെ തകർക്കുമ്പോ ചരിത്രകാരന്മാർ പറയാൻ അന്ന് ഇബ്രാഹിം നബിയുടെ വയസ്സ് 16. കേൾക്കണം, +1 വിദ്യാർത്ഥികൾ കേൾക്കണം. അന്ന് ഇബ്രാഹിം നബിയുടെ പ്രായം 16. അതെ, ഇന്നത്തെ കണക്കിന് +1 വിദ്യാർത്ഥി. 16ാമത്തെ വയസ്സിലാണ് ബഹുദൈവത്വത്തിന്റെ നിരർത്ഥകത 16ാമത്തെ വയസ്സിൽ ഉൾക്കൊണ്ട ഇബ്രാഹിം. ആ ഇബ്രാഹിം ഒരു യുവാവായിരുന്നു. ആ ഇബ്രാഹിം ക്ഷേത്രാങ്കണത്തിൽ കടന്നു എന്ന് ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്ന് ധൈര്യസമേതം പറയാൻ ആ യുവാവിന് സാധിച്ചു. ആ മാതൃക അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാതൃക. എന്നും നമ്മൾ അനുവർത്തിച്ചു വന്നിട്ടുള്ള മാതൃക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് പറയിപ്പിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സദസ്സിൽ സ്ഥിരമായി പങ്കെടുക്കാറുള്ള മഹാനായ വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരു. ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്ദുൽ കരീം സാഹിബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്രം കെ ഉമർ മൗലവി സാഹിബ് ഓർമ്മകളുടെ തീരത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കണം. ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന മുദ്രാവാക്യം ഒഴുക്കിപ്പിച്ചത് കേരള നദുബത്തുൽ മുജാഹിദീൻ എന്നും ആദരിക്കുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന മഹാനുഭാവനായിരുന്നു. അവരുടെ യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയായി. ഉമർ മൗലവിയെ മറന്നവർ ആരുണ്ട്? കൊച്ചിയിൽ, മട്ടാഞ്ചേരിയിൽ പരിസരത്ത് ജീവിച്ച സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളെ മറന്നവരാരുണ്ട്? 35ാമത്തെ വയസ്സിലാണ് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനായി ഇൻസ്പെക്ടറായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. എക്സൈസ് ഇൻസ്പെക്ടറായി
സുഹൃത്തായിരുന്നു സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. 35 വയസ്സിൽ ആ ജോലി രാജിവെച്ച് കണ്ണൂർ ചെന്ന് മുഹമ്മദീയ സഭ രൂപീകരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ആവേശം മുത്ത ഒരു പറ്റം യുവാക്കൾ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ പിന്നിലുണ്ടായിരുന്നു. ആ മക്തി തങ്ങളാണ് മുഹമ്മദീയ സഭ രൂപീകരിച്ചത്. ആ മക്തി തങ്ങളാണ് കൊച്ചിയിൽ കാക്കാസെട്ടിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് നബി നാണയമെന്ന പ്രവാചക തിരുമേനിയെ വിമർശിച്ച ഗുണ്ടത്തിന്റെ പുസ്തകത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് നബി നാണയം എഴുതിയത് ഈ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളായിരുന്നു. 35 വയസ്സായിരുന്നു. പ്രിയപ്പെട്ടവരെ, കള്ളുകുടിച്ച് ഹോമിച്ച് ജീവിതം പുറമ്പോക്കിലേക്ക് തള്ളി ചെയ്യാവലംബികളായ മാതാപിതാക്കൾക്ക് തണലേകണ്ട മക്കളായി ജീവിക്കേണ്ടതിന് പകരം റോഡ് തെണ്ടികളായി ജീവിച്ചവരല്ല സലഫി പ്രസ്ഥാനത്തിന്റെ മഹാചാര്യന്മാർ. ഓർക്കണം. അതിനാൽ എന്റെ യൗവനം അള്ളാഹുവിന്റെ വരദാനമാണ്. എന്റെ യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയാണ്. ചരിത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യൻ ചരിത്രം സൃഷ്ടിച്ച ജീവിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ഖണ്ഡനം. അതാണ് ഇസ്ലാമിന്റെ ഖണ്ഡനം. ചരിത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യൻ ചരിത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത്. അതെ, അവിടെ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്. എന്താ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഓർക്കണം. മഹാനായ സഹാബി, ദുർബല ശരീരത്തിന്റെ ഉടമ, മെലിഞ്ഞ ശരീരത്തിന്റെ ഉടമ. ഒരു മരത്തിലേക്ക് അദ്ദേഹം ഓടിക്കേറുമ്പോ സഹാബികൾ ഊറിച്ചിരിച്ചു അദ്ദേഹത്തിന്റെ മെലിഞ്ഞ കാല് കണ്ട്. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, ചിരിക്കണ്ട, സ്വർഗത്തിൽ പോകുന്ന കാലുകളിൽ ഒരു കാലാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ കാൽ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് സ്വർഗ്ഗം ലഭിക്കുമെന്ന് ഉറപ്പുള്ള സഹാബി. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ ഓഡിറ്റോറിയത്തിൽ വന്ന മുജാഹിദുകളെ, ഈ ഇരിക്കുന്ന നമ്മൾ കർമ്മോത്സുകരായാൽ കേരളം രക്ഷപ്പെടും. കള്ളുകുടിക്കാത്ത, വ്യഭിചരിക്കാത്ത, ശിർക്കില്ലാത്ത, അന്ധവിശ്വാസമില്ലാത്ത, ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് പോകാത്ത, ആ ശരീരം കേടുവരാത്ത, പുകവലിക്കാത്ത, പെപ്സി കുടിക്കാത്ത, കോള കുടിക്കാത്ത 100 യുവാക്കളെ തരൂ, കേരളത്തെ സുന്ദരമാക്കി തരാം എന്നതാണ് പുതിയ മുദ്രാവാക്യം. 100 യുവാക്കളെ ലഭിക്കാനുണ്ടോ? മുജാഹിദുകളെ നമുക്കിടയിൽ ഉണ്ടാകാം. ഓർക്കണം, നിങ്ങൾ ചരിത്രം, വിശുദ്ധ പ്രവാചകൻ തീർത്ത ചരിത്രം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാൻ, ഞാൻ ദുഃഖിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാൻ, ഞാൻ ദുഃഖിച്ചു. എന്ന് സൂര്യൻ അസ്തമിച്ചു പോകുന്ന ഒരു ദിവസം. എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കാറുണ്ട്. പക്ഷേ ഒരു ദിവസത്തെ സൂര്യാസ്തമയം എന്നെ ദുഃഖിപ്പിച്ചു. എന്താണ് എന്നെ ദുഃഖിപ്പിച്ചത്? ആ സൂര്യൻ അസ്തമിച്ചു പോവുകയാണ്. സഹോദരന്മാരെ ഓർക്കണം, ആ സൂര്യൻ അസ്തമിച്ചു പോവുകയാണ്. അന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ പോകുന്ന ദിവസം. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാത്ത, കഷ്ടപ്പെടുന്നവന് നുമ്മരവകറ്റാത്ത, ഈ ദുനിയാവിൽ എന്റെ യൗവനത്തിന് ചെയ്തു തീർക്കേണ്ട ഒരു സംഗതി ചെയ്യാതെ പോകുന്ന ഒരു ദിവസമാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന ഞാൻ ഏറെ ദുഃഖിച്ചത്. യുവാക്കളെ, കർമ്മനിരതമായ യൗവനത്തിൽ ഓർക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. യൗവനം ഒരിക്കലും പാഴാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൂടെ നിൽക്കുകയാണ്. നബി ചോദിച്ചു, അല്ല, ആരെങ്കിലും ഇന്ന് നോമ്പുകാരാണോ? ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരാണോ? ഒരാളെ എഴുന്നേറ്റ് നിൽക്കുന്നു, അതെ, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, ആരെങ്കിലും ഇന്ന് സാധുവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഒരു മഹാനായ വ്യക്തി എഴുന്നേറ്റ് നിന്നു. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, ആരെങ്കിലും ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? വീണ്ടും ഒരു മഹാനെ എഴുന്നേറ്റ് നിന്നു. വീണ്ടും ചോദിച്ചു, റസൂലേ, ആരെങ്കിലും ഇന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? വീണ്ടും എഴുന്നേറ്റുന്നൊരു യുവാവ്. ആരാണ് ആ മനുഷ്യൻ? നിങ്ങളുടെ ഈമാൻ ഒരു തുലാസിലും, അബൂബക്കറിന്റെ ഈമാൻ ഒരു തുലാസിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാൻ കനം തൂങ്ങുമെന്ന് പറഞ്ഞ മഹാനായ അബൂബക്കർ. സ്വർഗത്തിൽ ഒന്നാമതായി എന്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞാൽ പിന്നെ ആദ്യം വരുന്ന ആള്, 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന ആള്, സക്കാത്തിന്റെ, സദഖയുടെ, ദാനധർമ്മത്തിന്റെ, ഓർക്കണേ യുവാക്കളെ, നമസ്കാരത്തിന്റെ, സക്കാത്തിന്റെ, സദഖയുടെ, റയ്യാനിന്റെ വ്യത്യസ്ത വാതിലുകളിലൂടെ, സ്വലാത്തിന്റെ 8 വാതിലുകളിലൂടെ കർമ്മനിരതമായ ജീവിതത്തോടെ, അതേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തോന്നി അബൂബക്കറിനെ തോൽപ്പിക്കണമെന്ന്. കർമ്മനിരതമായ അബൂബക്കറിന്റെ ജീവിതത്തെ ഓവർടേക്ക് ചെയ്ത് സ്വർഗത്തിലേക്ക് കടമത്സരങ്ങൾ നടത്തുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി കടമത്സരം നടത്തട്ടെ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തോൽപ്പിക്കണം. ദുനിയാവിലല്ല, 10 സെന്റിന്റെ കാര്യത്തിലല്ല, വാഹനത്തിന്റെ കാര്യത്തിലല്ല, ആഖിറത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വത്ത് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചു. റസൂൽ ചോദിച്ചു, ഉമർ, എന്തുകൊണ്ട് വന്നു? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സ്വത്തിന്റെ നേർപ്പാതി, എന്റെ അടുത്ത് 10 കോടി ഉണ്ടോ? 5 കോടി ഞാനിതാ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നു റസൂലേ. ആരാ പറയുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു നിൽക്കാൻ. അബൂബക്കർ തോറ്റുപോകും എന്റെ മുമ്പിൽ എന്നതാ വിചാരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുങ്ങി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു. അബൂബക്കർ, എന്ത് കൊണ്ടുവന്നു? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, റസൂലേ, എനിക്ക് അല്ലാഹു നൽകിയ എല്ലാ സ്വത്തും
എനിക്ക് അള്ള നൽകിയ എല്ലാ സ്വത്തും അബൂബക്കറെ കുടുംബത്തിന് വേണ്ടി ഒന്നും ബാക്കിയാക്കിയില്ലേ അബൂബക്കറെ? അള്ളാഹുവിനെയും റസൂലിനെയും ബാക്കിയാക്കി. അതിനേക്കാൾ വലിയ സമ്പത്ത് എനിക്ക് എന്തുണ്ട് നബിയെ? അതാണ് അബൂബക്കർ. ആ അബൂബക്കറാണ് നോമ്പ് നോറ്റാള്. ആ അബൂബക്കറാണ് സാധുവിന് ഭക്ഷണം കൊടുത്ത ആള്. ആ അബൂബക്കറാണ് പ്രിയങ്കരരെ. ആ അബൂബക്കറാണ് ആര്? ഈ പറഞ്ഞ രോഗിയെ സന്ദർശിച്ചവർ. ഒരു ദിവസത്തിന്റെ അവസ്ഥയാ പറഞ്ഞ്. ഒരു ദിവസം കർമ്മനിരതമായിരുന്നു. നമ്മളോ യുവാക്കളെ നിങ്ങൾ ചിന്തിക്കി, നിങ്ങൾ പാവപ്പെട്ടവരെ സന്ദർശിച്ചുവോ? നിങ്ങളുടെ പണം ഒരു 10 രൂപ 30 യുവാക്കൾ എടുത്താൽ 300 100 രൂപ എടുത്താൽ 3000 300 രൂപ എടുത്താൽ അതങ്ങ് ഇരട്ടിയായി വർദ്ധിച്ചോ? ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ഈ പണം ഉപയോഗിച്ചാൽ ജയിലറുകളിൽ വരാന്തകളിൽ കട്ടപ്പെടുന്ന മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി ചെലവഴിച്ചാൽ യുവാക്കൾക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം അവരുടെ മുമ്പിൽ അങ്ങനെയൊന്നില്ല. അബുൽ മസാക്കീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഓർക്കണം, അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കൊരൽപ്പം വാചാലത കൂടിയേക്കാം. സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നോക്കണം നിങ്ങൾ, മദീനത്തെ അഹ്ലു സുഫത്തിന് ഡെയിലി മൃഷ്ടാന്ന ഭോജനം നടത്തി. അതെ, മദീനത്തെ അഹ്ലു സുഫത്തിന് മൃഷ്ടാന്ന ഭോജനം കൊടുത്ത് ഒലീവെണ്ണയും കറുത്ത ഉണങ്ങിയ റൊട്ടിയും അത് കഴിച്ച് പരിക്കൻ റൊട്ടി കടിച്ച് വായിൽ നിന്ന് ചോര വരെ വരാറുണ്ടായിരുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്റെ വലത് കൈ തലയാണയായി മദീനത്തെ പള്ളിയുടെ ഓരത്ത് കിടന്നുറങ്ങി സ്വർഗം പ്രതീക്ഷ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ജൂതന്റെ കൈകളിലുള്ള റൂമാ കിണറില്ലേ, ആ റൂമാ കിണർ മുസ്ലിങ്ങൾക്ക് 20,000 ദീനാറിന് വാങ്ങി ദാനം ചെയ്താൽ സ്വർഗമുണ്ട് എന്ന വാർത്ത കേട്ടു. പഠിച്ചു നിന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗം മതി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 20,000 ദീനാറ് കൊടുത്ത് റൂമാ കിണർ വാങ്ങി. ഞാൻ ഈ കഴിഞ്ഞ ടേമിൽ ചരിത്രത്തിന്റെ ഭാഗമായി സൗദിയിൽ ചെന്നപ്പോ ആ റൂമാ കിണർ പ്രിയങ്കരരെ ഇന്നും നിലനിൽക്കുകയാണ്. വെള്ളത്തോടെ ഇന്നും നിലനിൽക്കുകയാണ് ആ റൂമാ കിണർ. 1500 വർഷങ്ങൾ പിന്നിട്ടിട്ടും അന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 20,000 ദീനാറിന് വാങ്ങിയ കിണറിലെ വെള്ളം ഇന്നും മാനവരാശി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചെയ്തതിന്റെ പ്രതിഫലം ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ അത് അവകാശപ്പെടാനില്ല, ട്രൂമാൻ അത് അവകാശപ്പെടാനില്ല, ബോംബ് തുപ്പിയവർക്ക് അത് അവകാശപ്പെടാനില്ല. കാരണം എന്താ? ഹിരോഷിമയിലും നാഗസാക്കിയിലെയും 3,70,000 വരുന്ന കൈകാലുകളില്ലാത്ത ഹിബ്ബാകുശകൾ അവരെ ശപിക്കുന്നുണ്ട്. എൻഡോസൾഫാൻ വിധേയമായ പാവങ്ങൾ അവരെ ശപിക്കുന്നുണ്ട്. അവരുടെ കർമ്മം ലോകത്തിന് ദുരന്തം സമ്മാനിച്ചു. ആറ്റം ബോംബിടുന്നവരെ, രാസായുധങ്ങൾ ഉപയോഗിക്കുന്നവരെ, വലിയ രോഗാണുക്കളെ സൃഷ്ടിച്ചുവിടുന്നവരെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങ് ബ്രിട്ടനിലെ പശുക്കൾക്ക് ഭ്രാന്തെടുത്ത് ആ പശുവിനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. ബ്രിട്ടന് എന്തിന്റെ പേരിൽ? പശുവിന് പാലുണ്ടാകാൻ, ആരോഗ്യമുണ്ടാകാൻ, വമ്പിച്ച ഉൽപാദന ശേഷി ഉണ്ടാകാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഈ മൃഗം കണ്ടെത്തിയ അവർക്ക് കൊടുക്കുന്ന കാലിത്തീറ്റ ആരക വിഷം കലർന്നതായി പശുവിന് ഭ്രാന്തായി. ഇന്നത്തെ ലോകഘടന അതാണ്. യുവസമൂഹം എവിടെ? യുവാക്കൾ എവിടെ? ചരിത്രം എവിടെ? ശാസ്ത്രം എവിടെ? മനുഷ്യദിശ എവിടെ? രാഷ്ട്രീയ മേലാളന്മാരെവിടെ? മനുഷ്യരെ ഒരു തിരിച്ചുപോക്ക് അനിവാര്യമല്ലേ? മഹാനായ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ. ചരിത്രത്തിൽ ഉമ്മമാരുണ്ട്. ഇവിടെ ഉമ്മമാരുണ്ട്. അങ്ങനെ ഒരു ഉമ്മയാകാൻ എന്റെ ഉമ്മക്ക് സാധിച്ചുവോ? അങ്ങനെ ഒരു ഉമ്മയാകാൻ നമ്മുടെ ഉമ്മമാർക്ക് സാധിച്ചുവോ? അസ്മാ ബീവി ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോള, ആയിഷ ബീവിയുടെ സഹോദരിയാ. 100 വയസ്സാ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ. 100 വയസ്സ്. 100 വയസ്സായപ്പോ കണ്ണുകളുടെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ. ഭർത്താവ് മരിച്ചു, മക്കൾ ഒരുപാട് കൊല്ലപ്പെട്ടു. അവസാനം ഒരു മകൻ അവശേഷിച്ചിരുന്നു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഓർക്കണം, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ യുദ്ധരംഗത്ത് നിന്ന് മടങ്ങി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ ഉൾക്കൊണ്ട ആവേശകാരിയായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, കർമ്മപടനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, യൗവനം പൂർണ്ണമായി പൂരിപ്പിക്കപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ മടങ്ങി വന്നപ്പോൾ ഉമ്മ ചോദിച്ചു, മോനെ എന്തിനാ മോനെ നീ ഇങ്ങ് പോകുന്നത്? നിന്റെ അനുയായികളെ കൊല്ലാൻ കൊടുത്തിട്ട് മോനെ നീ എന്തിനാ ഇങ്ങ് പോകുന്നത്? അപ്പൊ ആ കുട്ടി പറഞ്ഞു, മോനെ നീ ഇത്ര ഭീരുവായി പോയോ മോനെ, എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? ഉമ്മ, അവർക്ക് എന്നോടാണ് ഏറ്റവും വലിയ ദേഷ്യം, അവരെന്നെ കൊല്ലും, എന്റെ
കൈകാലുകൾ അവർ ഛേദിച്ചു വെക്കും, എന്റെ അവയവങ്ങൾ വ്യത്യസ്ത ദിക്കുകളിൽ അവർ കെട്ടിവെക്കും. അതെനിക്ക് സഹിക്കാൻ വയ്യ ഉമ്മ. ഉമ്മ വിട്ടില്ല. എങ്കിൽ നീ പോണ്ട മോനെ എന്നല്ല ഉമ്മ പറയുന്നത്. മോനെ, കണ്ണു കാണാത്ത നിന്റെ ഉമ്മാക്ക് ഇനി ആശ്രയത്വം നീയാണ് മോനെ എന്ന് പറയുകയല്ല ഉമ്മ ചെയ്തത്. ഉമ്മ മറിച്ചൊരു ചോദ്യം ചോദിച്ചു, മോനെ, ആടിനെ അറുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ മോനെ? ആടിനെ അറുത്ത് കെട്ടിത്തൂക്കി നീ കണ്ടിട്ടുണ്ടോ മോനെ? ചത്ത ആടിന്റെ തൊലിയുരിഞ്ഞാൽ ആടിന് വേദന ഉണ്ടാകുമോ മോനെ? ആടിന്റെ കൈവെട്ടി മുറിച്ചാൽ അതിന് വേദന ഉണ്ടാകുമോ മോനെ? അതിന്റെ കൈകാലുകൾ വേർപ്പെടുത്തിയാൽ അതിന് വേദന ഉണ്ടാകുമോ മോനെ? എല്ല ഉമ്മ, നിന്നെ അറുത്തതിനു ശേഷം, നിന്നെ കൊന്നതിന് ശേഷം നിന്റെ കൈകാലുകൾ മുറിച്ചാൽ എന്താടാ നീ അറിയുമോ? ചെല്ല് എന്ന് പറഞ്ഞ് ആ ഉമ്മ മകനെ ആലിംഗനം ചെയ്തു. ആലിംഗനം ചെയ്തപ്പോ ഉമ്മ കൈ പെട്ടെന്ന് വലിച്ചു കളഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇത്ര ഭീരുവായി പോയല്ലോ നീ, പടയങ്കി ധരിച്ചിട്ടുണ്ടല്ലേ? ശരീരത്തിൽ വെട്ടുകൊള്ളാതിരിക്കാൻ പടയങ്കി ധരിച്ചിട്ടുണ്ടല്ലേ? നിന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ ശത്രുക്കളുടെ വാൾത്തലപ്പേറ്റ് രക്തം ധാരധാര ഒഴുകി അങ്ങനെ മരിക്കാനാണ് മോനെ ഈ ഉമ്മ നിന്നെ നൊന്ത് പ്രസവിച്ചത്. അല്ലാതെ ഭീരുവായി യൗവനം ഹോമിക്കപ്പെട്ട് ചരിത്രത്തിന്റെ ഭാഗമല്ലാതെ നാഷണൽ വേസ്റ്റായി ജീവിക്കാനുള്ള യൗവനമല്ല നിന്റേത്. ചെല്ല് എന്ന് പറഞ്ഞ് ഉമ്മ വെച്ച് തിരിച്ചയക്കുമ്പോ ആ ഉമ്മ പ്രാർത്ഥിച്ചു. അതാണ് എനിക്ക് ഈ സദസ്സിനോട് പറയാനുള്ളത്. യുവാക്കളെ, നമ്മുടെ ഉമ്മ നമ്മളെ കുറിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുമോ? എന്റെ ഉമ്മ എന്റെ അഭാവത്തിൽ എന്നെ കുറിച്ച് എങ്ങനെ പ്രാർത്ഥിക്കുമോ? ഇവിടെ ഇരിക്കുന്ന യുവ സമൂഹമേ, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ കുറിച്ച് എങ്ങനെ പ്രാർത്ഥിക്കുമോ? അല്ലാഹുവേ, അല്ലാഹുവേ എന്റെ മോൻ, അല്ലാഹുവേ എന്റെ മോൻ പാതിരാത്രിയിൽ ലോകം കൂർക്കം വലിച്ചിറങ്ങുമ്പോൾ എന്റെ മോൻ നമസ്കരിച്ചു കാലിൽ നീര് കെട്ടുമാറ്. അല്ലാ, അതെന്റെ മോനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റാണ്. ആധുനിക മാതാക്കളോ അല്ലാഹുവേ, നട്ടപ്പാതിര 12 മണിക്ക് കുടിച്ച് പൂസായി എന്റെ മോൻ ഇങ്ങോട്ട് കയറി വന്നു. അല്ലാഹുവേ, നട്ടപ്പാതിര 2 മണിക്ക് വാതിൽ തുറന്ന് വൈകി തിരുവട്ടത്തിലെ മീറ്റിങ്ങിന് പാപ്പാനെയും ഉമ്മാനെയും വഞ്ചിച്ച് പോയ കാഴ്ചയല്ല. രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോ ഇന്റർനെറ്റിന്റെ മുമ്പിൽ സൈബർ സെക്സ് ആസ്വദിക്കുന്ന മകനെയല്ല. പാതിരാത്രിയിൽ 2 കൈകളും ഉയർത്തി നെഞ്ചത്ത് കൈവച്ച് വിതിമ്പിക്കരഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന എന്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. തീർന്നില്ല. അല്ലാഹുവേ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന പകലുകളിൽ എന്റെ മകൻ നോമ്പുകാരനായിരുന്നു. എന്റെ മകനെ നീ കുഴക്കരുത്. മൂന്നാമത്തെ കാര്യം, ഇന്നത്തെ യുവ സമൂഹത്തിന് ഇല്ലാതെ പോയ മൂന്നാമത്തെ കാര്യം, അല്ലാഹുവേ, മാതാപിതാക്കളുള്ള ബന്ധത്തിൽ എന്റെ മകൻ സമ്പൂർണ്ണനാണ്. എന്റെ മകനെ ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ലാഹുവേ, അതുകൊണ്ട് എന്റെ മകനെ കുഴക്കരുത്. ഇങ്ങനെ ഒരു ഉമ്മ പറയുന്ന മകൻ, ഇങ്ങനെ പറയപ്പെടാൻ മാത്രം യോഗ്യതയുള്ള ഒരു യൗവനം അബൂദർ അൽ ഗഫാരി പ്രഗത്ഭനായ സഹാബിയായിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, അബൂദറേ, ഈ പരാമർശം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അബൂദറേ, വല്ലാത്തൊരു ചോദ്യം. അബൂദറേ, നീ യാത്ര പോകാറുണ്ടോ? അബൂദറേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ പറഞ്ഞു, അതേ നബിയെ, യാത്ര പോകാറുണ്ട്. അബൂദറേ, യാത്രക്ക് പോകുമ്പോ എന്തെങ്കിലും കരുതാറുണ്ടോ? അബൂദറേ, യാത്രക്ക് ആവശ്യമായ വസ്തുക്കൾ മുൻകൂട്ടി ഒരുക്കി വെക്കാറുണ്ടോ? അബൂദറേ, അതേ നബിയെ, മുൻകൂട്ടി ഒരുക്കി വെക്കാറുണ്ട്. അബൂദറേ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്ന അന്ത്യയാത്രക്ക് വേണ്ടി അബൂദറേ, നീ എന്താ ഒരുക്കി വെച്ചത്? വല്ലാത്തൊരു ചോദ്യം. അന്ത്യയാത്രക്ക് പോകുമ്പോ ആ യാത്രയിൽ അള്ളാനെ കണ്ടുമുട്ടാനുള്ള ആ യാത്രയിൽ അബൂദറേ, നീ എന്ത് പാതയമാണ് അബൂദറേ ഒരുക്കി വെച്ചത്? ആവശ്യമായത് ഞാൻ പറഞ്ഞു തരട്ടെ അബൂദറേ, കേൾക്കണേ പ്രിയങ്കരരെ, യുവാക്കളെ. ഈ പറവൂർ ഓഡിറ്റോറിയത്തിൽ, ഈ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ ഹാജരായിട്ടുള്ളവരെ, അബൂദറിനോട് റസൂലുള്ളാഹി പറയാ, അബൂദറേ, ഏറ്റവും ഉഷ്ണമുള്ള ഒരു പകലിൽ, ശക്തമായി ചൂടനുഭവപ്പെടുമെന്ന് തോന്നുന്ന ഒരു പകലിൽ, ഡിഗ്രി കണക്കിന് തിളച്ചു മറയുന്ന വെള്ളവും ചൂടുമുള്ള ഒരു പകലിൽ അബൂദറേ, നീ ഒരു നോമ്പ് നോൽക്കുക. പാചകത്തിരുമേനി പഠിപ്പിക്കാൻ. എന്താ പാതയം? എന്താ പാതയം? നോമ്പുണ്ടോ? മൃഷ്ടാന്ന ഭോജനം കഴിച്ച് എപ്പോഴും കുടിച്ചും തിന്നും അങ്ങനെ രമിച്ചും ജീവിക്കുന്നവരായി മാറിയ നമ്മൾ, നിങ്ങൾക്കറിയുമോ, ചരിത്രത്തിൽ ബദർ പട്ടിണി കിടന്ന റമദാനിലാണ്. ചരിത്രത്തിലെ മിക്ക യുദ്ധങ്ങളും പട്ടിണി കിടക്കുന്ന റമദാനിലാണ്. നമ്മളെ പോലെ തിന്നും കുടിച്ചും ഭോഗിച്ചും എന്ന് പറയുന്ന ആ രോഗം പിടിപെട്ട സമൂഹമേ, മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ചപ്പു ചെണ്ടികളെ പോലെ ശത്രുക്കൾ നിങ്ങളുടെ ഭക്ഷണത്തലികയിലേക്ക് വരും. അന്ന് ചോദിച്ചു, അവർ എണ്ണത്തിൽ കുറവായിരിക്കുമോ? ബൽ അൻതും കസീർ. അല്ല, അവർ ജനപ്പെരുപ്പം കൊണ്ട് അവർ കൂടുതലായിരിക്കും. പക്ഷേ 2 രോഗങ്ങൾ അവർക്ക് പിടികൂടും. ഹുബ്ബു ദുനിയാവ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പ്, ദുനിയാവിനോടുള്ള ആർത്തി, അത് നമുക്ക് ഏറെയുണ്ട്. ദുനിയാവിനോടുള്ള ആർത്തി അത് നമുക്ക് ഏറെയുണ്ട്. സഹോദരങ്ങളെ, അബൂദറിനോട് റസൂൽ വീണ്ടും പറഞ്ഞു, അർദ്ധരാത്രിയിൽ ലോകം കൂർക്കം വലിച്ചിറങ്ങുമ്പോ 2 റക്അത്ത് നമസ്കരിക്കൂ അബൂദറേ. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറേ,
അബൂദർറെ ഹജ്ജ് ചെയ്യുക, അബൂദർറെ പരലോകത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യുക, അബൂദർറെ. തീർന്നില്ല. അബൂദറിനോട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാവപ്പെട്ട ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക അബൂദർറെ, അത് സുന്നത്തായി നിലനിർത്തുക അബൂദർറെ. തീർന്നില്ല. റസൂൽ പറഞ്ഞു, നല്ല വാക്ക് പറ അബൂദർറെ. തീർന്നില്ല. ചീത്ത പിടിയൂ അബൂദർറെ, എങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാതേയമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ ഉപദേശത്തിൽ എവിടെയും തൗഹീദില്ല. എന്നാൽ തൗഹീദുള്ള അബൂദറിനോടാണ് റസൂൽ ഇത് പറയുന്നത്. ചിലപ്പോ ഈ സംഭവം കേട്ടിട്ട് നാളെ ഈ സംഭവത്തിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ, തൗഹീദ് പറഞ്ഞിട്ടില്ലല്ലോ ചില കുരുട്ട് ബുദ്ധികൾക്ക് തോന്നും. തൗഹീദുള്ള സുന്നത്തുള്ള പരലോകത്തിൽ വിശ്വസിക്കുന്ന ശിർക്കിലായിരുന്ന അബൂദർ ആരാ, അതുകൂടെ മനസ്സിലാക്കണം. ധർമ്മനിരതമായ യൗവനത്തിൽ അബൂദർ ആരാ പ്രിയങ്കരരെ? ആരാ ഈ അബൂദർ? അബൂദറിന് ഒരു അനുജനുണ്ടായിരുന്നു, അനീസ്. കേട്ടിട്ടുണ്ടോ? ആ അനീസിനെ മക്കത്തേക്ക് പറഞ്ഞയച്ചു. ഇതാ ഇങ്ങനൊരു മുഹമ്മദ് എന്ന പ്രവാചകൻ ലോകത്ത് വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു വരാനാ അബൂദർ അനുജനെ പറഞ്ഞേക്കുന്നത്. മുസ്ലിങ്ങളെ, മുജാഹിദുകളെ, ഇങ്ങനൊരു അനുജനുണ്ടോ? ഇങ്ങനൊരു ചരിത്രമുണ്ടോ ഓർക്കാൻ? അങ്ങനെ അനീസ് ചെല്ലുകയാണ് മക്കത്ത്. യാതൊരു പ്രത്യേക ചിന്തകളൊന്നുമില്ലാതെ മുഹമ്മദ് നബിയുടെ ജീവിതം പഠിച്ച് മടങ്ങി വരികയാണ് ഗിഫാർ ഗോത്രത്തിലേക്ക്. എന്നിട്ട് അനീസ് ചില കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ അനുജന്റെ വിശദീകരണം തൃപ്തിയാകാത്ത അബൂദർ അൽ ഗഫാരി വേഷം മാറി മക്കത്തെത്തുകയാണ്. ഏതാ മക്കാകാലം? മുഹമ്മദ് എന്നൊരൊറ്റ മനുഷ്യനെ പേരുള്ളൂ അന്ന്, മുഹമ്മദ് നബിക്ക് മാത്രം. ആ പേരുച്ചരിച്ചാൽ എല്ലാവർക്കും അറിയാം അത് മുഹമ്മദ് നബിയെ കുറിച്ചാണ്. കാരണം വേറൊരു മുഹമ്മദ് മക്കത്തില്ല. മുഹമ്മദ് നബി എന്ന പേര് ഉച്ചരിക്കാൻ അവകാശമില്ലാത്ത മണ്ണ് പ്രിയങ്കരരെ. ഓർക്കണം, ഇന്നത്തെ മുജാഹിദുകളെ, സലഫി പ്രസ്ഥാനത്തിന്റെ പൂർവികന്മാർ അടിച്ചുടച്ച് വെട്ടിത്തുറന്നു വന്ന ഊടുവഴികളെ, പാറക്കല്ലുകളെ തൗഹീദ് കൊണ്ടിടിച്ചു നിരത്തിയ എക്സ്പ്രസ് ഹൈവേയിൽ വാഹനം ഓടിച്ചു പോകുന്ന ആധുനിക തലമുറയിലെ മുജാഹിദ് പ്രബോധകരെ ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? മുഹമ്മദ് എന്ന പേരുച്ചരിച്ചാൽ അടിച്ചു പല്ല് കൊഴിച്ചു കളയുന്ന കാലത്ത് അബൂദർ മക്കയിൽ പ്രവേശിക്കുകയാണ്. അബൂദർ പരിശുദ്ധ കാബത്തിന്റെ പരിസരത്ത് 3 ദിവസം തങ്ങി, ആരും അറിയാതെ, പ്രത്യേകിച്ച് അന്വേഷിക്കാതെ, സമൂഹത്തിന്റെയും സ്പന്ദനങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടുമുട്ടി. ആ മനുഷ്യനോട്, അങ്ങനെ മുഹമ്മദ് നബിയുടെ അടുത്തെത്തിക്കുമോ എന്ന് ചോദിച്ചു. നിനക്കതിന് ആഗ്രഹമുണ്ടോ? അതെ, എനിക്കതിന് ആഗ്രഹമുണ്ട്. ആരാ ഈ മനുഷ്യൻ? അലി ഇബ്നു അബീ ത്വാലിബ്. അദ്ദേഹം പേരൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തില്ല. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഇന്നത്തെ കാലം വല്ലാത്തൊരു കാലമാണ്, മക്കയെ കുറിച്ച് ആലോചിക്കണം. എറണാകുളത്ത് നിന്നുകൊണ്ട് ഞാനും നിങ്ങളും. അതേ പ്രിയങ്കരരെ, അലി റളിയല്ലാഹു പറയാൻ, നീ പേര് പറയരുത്, നീ എന്തിനു വന്നു എന്ന് പറയരുത്, നീ എന്റെ പിന്നാലെ വരുന്നു എന്ന ആളുകൾക്ക് തോന്നരുത്, ഒരിക്കലും തോന്നരുത്. ഞാനിങ്ങനെ മുന്നിൽ നടക്കും, എന്തെങ്കിലും ഒരു അപായ സൂചനയുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കും. അപ്പൊ നീയും എന്റെ കൂടെ അല്ലാത്ത നിലക്ക് അവിടെ നിന്നും അങ്ങ് തിരിഞ്ഞു കളിക്കണം. അബൂദറെ, ഏതാ കാലം? ഓർക്കണേ, മുഹമ്മദ് നബിയുടെ പേര് ചോദിക്കാൻ അവകാശമില്ലാത്ത കാലം, ഉച്ചരിക്കാൻ അവകാശമില്ലാത്ത കാലം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവകാശമില്ലാത്ത കാലം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കൂടെ മെല്ലെ നടന്ന് പ്രയാസപ്പെട്ട് വേച്ച് അബൂദർ ദാറുൽ അർഖമിൽ എത്തുകയാണ്. സഫാ കുന്നിന്റെ തായ്വരയിൽ നബി മാത്രമായിരുന്നു പരസ്യമായി ദാറുൽ അർഖമിൽ എത്തിയിരുന്നത്. ബാക്കി സഹാബികളെല്ലാം ഒളിച്ചും പാർത്തും മക്കയിലെ മുശ്രിക്കുകളെ പേടിച്ചുകൊണ്ട് പോയ കാലം. ഓർക്കണം നിങ്ങൾ, ഈ കാലഘട്ടം മറക്കരുത്. ചരിത്രത്തെ ഓർക്കണം, ഇന്നലകളെ ഓർക്കണം. ഇന്നലകളെ ഓർക്കാത്തവന് ഇന്നിന്റെ ചരിത്രം കൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദാറുൽ അർഖമിൽ ആദ്യമായി അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന വ്യക്തി അബൂദർ റളിയല്ലാഹു അൻഹു ആണ്. ആദ്യമായി നബിയെ കണ്ട് സലാം പറഞ്ഞ മനുഷ്യൻ അബൂദർ അൽ ഗഫാരിയാണ്. റസൂൽ മടക്കിയത് അബൂദർ അൽ ഗഫാരിയുടെ സലാമിനാണ്. ഓർക്കണം, ആ അബൂദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച യുവാവാ. ഓർക്കണം ആരാ യുവാവ്? ഗിഫാർ ഗോത്രം എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിന്റെ അടി മുതൽ മുടി വരെ നോക്കിയ ചരിത്ര റിപ്പോർട്ട് കാണാം. എന്താ കാരണം? ഹസ്തദാനം ചെയ്ത വിരൽ മോഷണം പോകുന്ന നാട്ടുകാരാവൂര്. അങ്ങനത്തെ കാലഘട്ടം മക്കയിൽ കൊള്ളക്കാരായിരുന്നു അവർ. എവിടെ കിട്ടിയാലും മനുഷ്യനെ കൈ തന്നാൽ ഹസ്തദാനം ചെയ്താൽ വിരലടക്കടിച്ചു എന്ന കാലം. അങ്ങനത്തെ അബൂദറിനെയാണ് റസൂൽ നോക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നെഞ്ചകത്തേറ്റി അബൂദറിനോട് റസൂൽ പറഞ്ഞു, തൽക്കാലം ഇവിടുത്തെ അന്തരീക്ഷത്തിന് വശലാണ്, അതുകൊണ്ട് ഇത് സ്വീകരിച്ചു ഇങ്ങനെ ജീവിച്ചാൽ മതി, വല്ലാണ്ട് രംഗത്തേക്കാട്ട് ഇറങ്ങണ്ട. അബൂദർ അൽ ഗഫാരി ധീരനായിരുന്നു. പരിശുദ്ധ കഅബത്തിന്റെ പരിസരത്ത് എന്ന് പറഞ്ഞു, ആരടാ? ഞാനിതാ തൗഹീദ് സ്വീകരിച്ചിരിക്കുന്നു, മുഹമ്മദ് നബിയുടെ മതം സ്വീകരിച്ചിരിക്കുന്നു. കിട്ടിയടി, അടിച്ചിട്ട് ബോധം കെട്ട് താഴെ വീണു. പല്ലിൽ നിന്നും ചുണ്ടിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂദർ എന്തിനാ ഈ പണിക്ക് പോയത്? പിറ്റേന്ന് കഅബത്തിന്റെ പരിസരത്ത് എന്നവർ
രണ്ട് സ്ത്രീകൾ വിഗ്രഹാരാധന നടത്തുന്ന കാഴ്ച അബൂദർ കാണുകയാണ്. ആ അബൂദർ അവരെ വിമർശിച്ചു, വിഗ്രഹാരാധന വിമർശിച്ചു. അടികിട്ടി ബോധരഹിതനായി അടിച്ചു ചുരുട്ടി അലക്കിയ ഡ്രസ് പോലെ ചുരുട്ടിക്കൂട്ടി മക്കക്കാർ അബൂദറിനെ തിരിച്ചയച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ള അബൂദറിനോട് പറഞ്ഞു, പൊയ്ക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, നാട്ടിൽ പൊയ്ക്കോ. ഇനി കേട്ടോളി, ഇനി ചിലർ കേട്ടോളി, മഹാബുദ്ധിജീവികളും മഹാലിമുകളും കേട്ടോളി. അബൂദറിനോട് റസൂല് പറയാൻ, അബൂദറെ, ഖുർആൻ 30 ജുസ് മനപ്പാടമാക്കി മഹാപണ്ഡിതനായതിനു ശേഷം ദഅവത്ത് നടത്തിയാൽ മതി എന്നല്ല, കേട്ടോ. അബൂദറെ, ഇവിടുന്ന് ഉൾക്കൊണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്, അബൂദറെ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഗോത്രത്തിൽ ചെന്ന് പറ, കേട്ടോളി. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ചെന്ന് പറ അബൂദറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂദർ ചെയ്തതെന്താ? നേരെ ചെന്നു അനുജനെ വിളിച്ചു വരുത്തി. അനുജനെ വിളിച്ചു വരുത്തി അനീസിനെ വിളിച്ചിരുത്തി പറഞ്ഞു, മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം എന്നതാണ്, നീ ഉൾക്കൊള്ളണം. അല്ലാഹു ഏകനാണ്, അവനെ മാത്രം ആരാധിക്കണം, അവനെ വിളിച്ചു പ്രാർത്ഥിക്കണം. അനീസിനത് മനസ്സിലായി. രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു, അൽഹംദുലില്ലാ. പിന്നെ അവർ രണ്ടുപേരും നേരെ ചെല്ലുന്നത് ഉമ്മാന്റെ അടുത്താണ്. മുജാഹിദുകളെ, ഉമ്മാന്റെ അടുത്ത് ഉമ്മാനോട് തൗഹീദ് പറയും. ഉമ്മ അത് മനസ്സിലാക്കുന്നു, ഉമ്മ അത് ഉൾക്കൊള്ളുന്നു. പിന്നെ ഉമ്മ പറയാ, വാ മക്കളെ, അടുത്ത വീടുകളിലേക്ക് പ്രവേശിക്കാം. അടുത്ത വീടുകളിൽ ഗിഫാർ ഗോത്രം മുഴുവനും അവർ കേറിയിറങ്ങുക മാത്രമല്ല, തൗഹീദ് പഠിപ്പിച്ചു. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തല്ലാത്ത ഒന്നും അബൂദർ അൽ ഗിഫാരി നബിന്ന് പഠിച്ചിട്ടില്ല. ആ അബൂദറിലൂടെയുള്ള വിപ്ലവമാണ്. ഗിഫാർ ഗോത്രം പൂർണ്ണമായി ഇസ്ലാം സ്വീകരിച്ചു. തീർന്നില്ല, തൊട്ടടുത്ത അസ്ലം ഗോത്രത്തിലേക്ക് അവർ കയറി. ഒരു രാജ്യം അയൽ രാജ്യം, അല്ലെ? അതുപോലെ ഒരു ഗോത്രം അടുത്ത ഗോത്രം. അങ്ങനെ കാലചക്രം കുറെ തിരിഞ്ഞ് മദീനത്ത് റസൂലുള്ള ഭരണാധികാരിയായി നിൽക്കുമ്പോ അങ്ങ് അകലെ നിന്ന് ഒരു വെള്ളപ്പൊട്ട് ഇങ്ങനെ അടുത്തു വരുന്ന പോലെ, നക്ഷത്ര ബിന്ദു പോലെ കുറെ ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നത് റസൂലുള്ള. സൈന്യത്തിന്റെ വരവോ സംഘം ആക്രമിക്കാനോ എന്ന് കരുതി റസൂലുള്ള സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ മുന്നിൽ ഒരാൾ മെലിഞ്ഞ് ഉണങ്ങി വെള്ളഷെട്ടും ധരിച്ചൊരു മനുഷ്യൻ ഇങ്ങനെ വെള്ളപ്പൊട്ട് പോലെ നടന്നു വരുന്നുണ്ട്. റസൂലുള്ള സൂക്ഷിച്ചു നോക്കി, ആരാ? അബൂദർ. മർഹബാ മർഹബാ യാ അബൂദർ എന്ന് പറഞ്ഞു റസൂലുള്ള അബൂദറിനെ സ്വീകരിച്ചു. നബിയേ, അന്ന് മക്കത്ത് തൗഹീദ് സ്വീകരിച്ച് എന്നോട് മടങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഇവിടെ കണ്ടതും പഠിച്ചതും അവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ? അങ്ങനെ പഠിപ്പിച്ചതിന്റെ അനന്തര ഫലമില്ല നബിയേ. ഒരു 2 യോത്രങ്ങളിലെ മുഴുവൻ മനുഷ്യരും ഇസ്ലാം സ്വീകരിച്ച് ഇത് നബിയെ എന്റെ മുമ്പിൽ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കെന്തറിയോ? അബൂദറെ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ജിഹാദ് അബൂദറെ നീ നിർവഹിച്ചതാണ്. അബൂദറെ, ഏകാഗിയായി സഞ്ചരിച്ച് ഏകാഗിയായി മരിച്ച് ഏകാഗിയായി അബൂദറെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. റബദയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഭരണകാലഘട്ടത്തിൽ റബദയിൽ പോയി താമസിച്ച് ഏകാഗിയായി മരിച്ച് മെലിഞ്ഞുണങ്ങിയ കറുത്ത ഭാര്യ അവിടെ നിന്ന് കരഞ്ഞപ്പോ 12 സംഘങ്ങളിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ നേതൃത്വത്തിൽ വന്ന സഹാബികൾ ആ മനുഷ്യന്റെ കബറടക്കുന്ന രംഗം ചരിത്രത്തിൽ വൈകാരികമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അബൂദറിന്റെ ജീവിതം, സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ജീവിതം, ഇത് ഗൗരവമായി ഓർക്കാൻ. അതെ, മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള, നാട്ടുകാർക്ക് ഉപകാരമുള്ള, കുടുംബങ്ങൾക്ക് ഉപകാരമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജൂതൻ തടുത്തു വെച്ച് പറഞ്ഞില്ലേ ഇബ്നു തൂഗന്നെ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? അബൂബക്കറെ, അങ്ങയെപ്പോലെയുള്ള ഒരു മനുഷ്യൻ ഈ നാട് വിട്ടുപോയാൽ ഈ നാടെന്താകുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ലോകത്തിന് ഉപകാരപ്പെടുന്ന യുവത്വം, ഇത് ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനമായ പോയിന്റുകളിൽ ഒന്നാണ്. അതുകൊണ്ട് മനുഷ്യരെ, ഈ ജീവിതത്തിനൊരർത്ഥമുണ്ട്. എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? അത് യുവസമൂഹം തിരിച്ചറിയാത്തതാണ്. പ്രോഫ്കോൺ എന്ന് പറയുന്ന MSM കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന പ്രോഫ്കോൺ ഞാൻ ഓർക്കുകയാണ്. ഒരു സമ്മേളനത്തിന്റെ പന്തലിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ. വൈജ്ഞാനിക ലോകത്ത് വിസ്ഫോടനങ്ങൾ നടത്തിയ ആധുനിക കാലഘട്ടത്തിൽ വിജ്ഞാന സാഗരങ്ങളിൽ നീന്തുതുടിച്ചൊരു തലമുറ ജീവിക്കുന്നിടത്ത് അറിവ് സമാധാനത്തിന് എന്ന പ്രമേയം MSM സംഘടിപ്പിച്ച പ്രോഫ്കോണിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ 5 പേർ വിദേശ മദ്യവുമായിട്ടാണ് മാമൻ മാപ്പിള ഹാളിൽ വരുന്നത്. ആദ്യത്തെ 2-3 പ്രസംഗങ്ങൾ 3 മണിക്കൂറുകൾ മാമൻ മാപ്പിള ഹാളിൽ കഴിഞ്ഞുപോയി. 4 വർഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായി ജീവിച്ചപ്പോ അവിടുത്തെ അധ്യാപകർ അവർക്ക് നൽകിയ അറിവ് മദ്യപിക്കരുത് എന്നറിവായിരുന്നില്ല, മനുഷ്യജീവിതം തിരിച്ചറിയണമെന്നറിവായിരുന്നില്ല. പക്ഷേ മാമൻ മാപ്പിള ഹാളിലെ 3 മണിക്കൂറുകൾ പിന്നിട്ടപ്പോ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കരുത് എന്ന ബോധത്തിലേക്ക് ഈ 5 യുവാക്കൾ വളരുകയാണ്. പല രക്ഷിതാക്കളും ഞങ്ങളെ പോലെയുള്ള പ്രബോധകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ഞങ്ങളുടെ മകൻ നമസ്കരിക്കാത്തവനായിരുന്നു, ഞങ്ങളുടെ മകൻ ഇന്റർനെറ്റിലെ സൈബർ സെക്സ് ആസ്വദിച്ചവനായിരുന്നു. എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇതൊരു ഹക്കായ കാര്യം.
ഇവിടെ അതിനിഷേധിയായ ഒരു വലിയ സുല്ലമിയിലെ കേരളക്കരയിൽ ആ സുല്ലമിയുടെ ഒരു അനുജൻ സുല്ലമിയുണ്ട്. ആ സുല്ലമി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം എനിക്കേറെ ആവേശമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പണ്ഡിതനാണ്, എന്റെ ചേട്ടനൊരു പണ്ഡിതനാണ്, ഞാൻ നിങ്ങളോട് യോജിക്കുന്ന ആളല്ല, പക്ഷേ നിങ്ങളുടെ പ്രഭാഷണം കേട്ട എന്റെ 2 മക്കളും ചാനൽ കട്ട് ചെയ്തു, സകല തിന്മകളും ഒഴിവാക്കി അവരിന്ന് ഏറ്റവും മുൻപന്തിയിൽ സ്വന്തം ബാപ്പാനെയും മാനെയും നയിക്കുന്നു. അതിൽ അങ്ങയോട് നന്ദി പറയുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല, മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ ദീനനുസരിച്ച് പ്രവർത്തിച്ചപ്പോ അതിന്റെ ബൈ പ്രൊഡക്റ്റായി ലോകത്തൊരുപാട് നന്മകൾ ഉണ്ടായി. അതേ റുക്സാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പ്രോഫ്കോണിൽ വന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ഹോമിയോ കോളേജിൽ ജീവിതത്തിൽ മതം എന്താണെന്ന് അറിയാത്ത മോഡേണായി ജീവിച്ച റുക്സാന ഇവിടെ പ്രോഫ്കോണിൽ പങ്കെടുത്ത് ആവേശം ഉൾക്കൊണ്ട് ജീവിതത്തെ തിരിച്ചറിഞ്ഞ് ആ പെൺകുട്ടി മടങ്ങിപ്പോവുകയാണ് ഹോമിയോ കോളേജിലെ. അവിടെ നിന്ന് കുറെ കുട്ടികളെ സംഘടിപ്പിച്ച് ഇന്ന് സ്ഥിരമായി ആ കുട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പണ്ഡിതന്മാരെ ക്ലാസ് നടക്കുകയാണ്. ഈ മാറ്റം എങ്ങനെയുണ്ടായി? ഇന്ത്യൻ പാർലമെന്റിൽ എഴുതി വെച്ചൊരു വാക്ക്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത മനുഷ്യരെ അല്ലാഹു പരിവർത്തിപ്പിക്കുകയില്ല. സൂറത്ത് റഅദിലൂടെ അല്ലാഹു സംസാരിക്കുകയാണ് മനുഷ്യരോട്. പ്രിയങ്കരരെ, ഓർക്കണം, ഈ കാര്യം ഗൗരവമായി നിങ്ങൾ ഓർക്കണം. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. എന്റെ യൗവനം എനിക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന തോന്നൽ നമുക്കുണ്ടാവണം. അതെ, ഇവിടുത്തെ തീവ്രവാദത്തിന്റെ, ഇവിടുത്തെ ഭീകരവാദത്തിന്റെ, ഇവിടുത്തെ എല്ലാ നശീകരണ പ്രവർത്തനത്തിലും ആരാ ഉള്ളത്? യുവാക്കളാണ്. ഇവിടെ നിങ്ങൾക്കറിയുമോ, കോഴിക്കോട് പട്ടണത്തിൽ സ്ഥിരമായി ബൈക്ക് മോഷണം പോവുക. അന്വേഷിച്ചെന്നത് ഹൈസ്കൂളുകളിലാണ്. 32 വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിങ്ങൾ ഓർക്കണം, മട്ടാഞ്ചേരിയിലെ നൈറ്റ് പട്രോളിങ്ങിനിടയിൽ പോലീസുകാർ ഒരു 16-കാരനെ കണ്ടുമുട്ടുകയാണ്. ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിൽക്കുന്ന 16-കാരനെ അവന്റെ SMS-ലേക്ക് അവന്റെ കൂട്ടുകാരി അയച്ച മെസ്സേജ്, ഉമ്മമാരെ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. എന്താ മെസ്സേജ്? എന്റെ വീട്ടുകാരെല്ലാം ഉറങ്ങി, എന്റെ അടുക്കളവാതിൽ ഞാൻ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു, നീ വന്നോ എന്ന്. 3 ആഴ്ചകൾക്ക് മുമ്പുള്ള കഥയായി പറയുന്നത്. എവിടെ എത്തി നിൽക്കുന്നു സമൂഹം? ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. യുവാക്കൾ നന്നാകില്ലെന്ന പരാതി നമുക്കുണ്ട്. യുവാക്കൾ നന്നാകാൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്തു വെച്ചു? മഹാനായ ലുഖ്മാനുൽ ഹക്കീം. എന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആ ഭാഗം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രിയങ്കരരെ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം, തത്വജ്ഞാനിയായ ലുഖ്മാനുൽ ഹക്കീം, യാ ബുനയ്യ, കുഞ്ഞുനാളിലെ ഒരു മകനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ, ഇതാ ശിർക്ക് ചെയ്യരുത് മോനെ. ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനിൽ പങ്കു ചേർക്കരുത് മോനെ. ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം. മോനെ, വമ്പിച്ച പാപമാണ് മോനെ ശിർക്ക്. നോക്കൂ, ഒരു പിതാവ് എന്റെ മോനെ, എന്റെ മോനെ, എന്റെ മോനെ, എടാ വാടാ നിക്കടാ എന്ന ആധുനിക സ്വരമല്ല. എന്റെ പൊന്നുമോനെ, ശിർക്ക് ചെയ്യരുത് മോനെ. 31-ാം അധ്യായം 13-ാമത്തെ വചനം. രണ്ടാമത് ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അതേ മാതാപിതാക്കളെ കുറിച്ചുള്ള ബന്ധത്തെ കുറിച്ചാണ്. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ചേർക്കുന്ന പുതിയ തലമുറയുടെ കഥയല്ല, അമ്മമാരൊറ്റപ്പെട്ടു പോകുന്ന പുതിയ കഥയല്ല. മോനെ, നിന്നെ പ്രസവിക്കാനാണ് ഞാൻ ഏറെ കഷ്ടപ്പെട്ടത് മോനെ. മോനെ, നിന്നെ ഗർഭം ധരിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ വയറുണ്ടായത് മോനെ. നിന്നെ ഗർഭം ധരിച്ചപ്പോഴാണ് എന്റെ കാലിൽ കൂടുതൽ നീര് കെട്ടിയത് മോനെ. നിന്നെ ഗർഭം ചുമന്നപ്പോഴാണ് എനിക്ക് പ്രഷർ വർദ്ധിച്ചതുപോലെ. നിന്നെ ഗർഭം ചുമന്നപ്പോഴാണ് എനിക്ക് സിസേറിയൻ ആവശ്യം വന്നത് മോനെ. ആ മോനെ, നീ എന്നെ വിട്ടു പോയല്ലോ. അതെ, നിന്റെ മയ്യത്ത് എനിക്ക് കാണണ്ട മോനെ എന്നൊരു കണ്ണൂരിക്കാരി ഉമ്മ പറയാൻ മാത്രം യുവാക്കളുടെ യുവത്വം എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. അവന്റെ മുഖത്ത് ശാന്തിയില്ല, അവന്റെ മുഖത്ത് കാന്തിയില്ല, അവന്റെ മുഖത്ത് പ്രശോഭയില്ല. കണ്ണുകൾ വാർന്നിരിക്കുന്നു, ചുണ്ടുകൾ ആകെ വിളർത്തിരിക്കുന്നു. കണ്ണിന്റെ രുചിയാണ് അവന്റെ ചുണ്ടുകളിൽ. അവനെ എന്തൊക്കെയോ വൃത്തികേടുകൾ അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇങ്ങനൊരു യുവത്വം അതല്ല മോനെ. മോനെ, ശിർക്ക് ചെയ്യരുത് മോനെ. ഒന്നാമതായി മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണം മോനെ. മോനെ, അവരുടെ നോക്കൂ, ഒരു പുരുഷനോട് റസൂലുള്ളാഹി പറഞ്ഞ എന്താ? നിന്റെ ഉമ്മയും ബാപ്പയും നിന്റെ സ്വർഗമാണ്. ഭാര്യമാരോടോ നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗവും നരകവുമാണ് എന്നാ റസൂലുള്ളാഹി പഠിപ്പിച്ച്. മൂന്നാമത്തെ കാര്യം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. മോനെ, ഒരണുമണി തൂക്കമുള്ള കാര്യം മോനെ. ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിൽ
വെള്ളത്തിനടിയിലോ എവിടെയാകട്ടെ മോനെ, അള്ളാഹ് അതിനെ പുറത്തു കൊണ്ടുവരും മോനെ. അതുകൊണ്ട് ബാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് 1 രൂപയായി എടുത്തു തുടങ്ങി 10ലേക്കും 100ലേക്കും 1000ത്തിലേക്കും ലക്ഷത്തിലേക്കും കിടക്കുമ്പോ മോനെ, റബ്ബ് നിന്നെ കാണുന്നുണ്ട് മോനെ. ഇങ്ങനെ ഒരു ശിക്ഷണം മാതാപിതാക്കളിൽ നിന്ന് ആധുനിക മക്കൾക്ക് കിട്ടുന്നുണ്ടോ? ചിന്തിക്കണം, ഗൗരവമായി ചിന്തിക്കണം. തീർന്നില്ല, നോക്കണേ നിങ്ങൾ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബൈ നിസ്കാരം കഴിഞ്ഞ് പല സുബൈ നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്. ഓടുന്ന അബൂ ദുജാനയെ ഒരു ദിവസം സഹാബികൾ പിടിച്ചു വെച്ചു. എന്താ ഇത്? സലാം വീട്ടിയ ഉടനെ ഓടുക, ദിക്റില്ലേ, പ്രാർത്ഥനയില്ലേ എന്നാണ് ചോദ്യം. അബൂ ദുജാന പറഞ്ഞു, എന്താ ഞാൻ ഓടുന്നത്? ഞാൻ ദിക്ർ ചെല്ലാത്തതും ഓടുന്നതും അള്ളാനെ പേടിച്ചിട്ട്, അതിനിരിക്കാത്തത് അള്ളാനെ പേടിച്ചിട്ട്. അവർക്ക് കൗതുകമായി. ദിക്ർ ചെല്ലാതെ പ്രാർത്ഥിക്കാതെ ഓടുന്നത് പടച്ചോനെ പേടിച്ചിട്ടോ? അതെ അതെ, എന്റെ അയൽപ്പക്കത്ത് ഒരു ഈത്തപ്പഴയുണ്ട്. എന്റെ അയൽപ്പക്കത്ത് ഒരു ഈത്തപ്പനയുണ്ട്. ആ ഈത്തപ്പന ചരിഞ്ഞു നിൽക്കുന്നത് എന്റെ മുറ്റത്തേക്കാണ്. അത് നിറയെ പഴമാണ്. അത് രാവിലെ വീഴും. എന്റെ മക്കൾ രാവിലെ എഴുന്നേറ്റതെടുത്ത് വായിലിടും. ഹറാമിന്റെ കാരക്ക എന്റെ മക്കളുടെ വയറ്റിൽ പോകും. ഇല്ല, ഞാനതിന് അനുവദിക്കില്ല. ഇവിടെ ഇരിക്കുന്ന മക്കളെ, നമ്മുടെ ബാപ്പയും ഉമ്മയും നമുക്ക് ഹലാലായ ഭക്ഷണം തന്നുവോ? ഓർക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഭക്ഷണം കഴിച്ചു പോയ ഒരു മനുഷ്യനോട് ചോദിക്കാതെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത്. ഈ ഭക്ഷണം എന്താണ്? ചോദിച്ചു, അല്ല മനുഷ്യ, ഇത് ഹലാലാണോ എന്ന ചോദ്യം. ആ മനുഷ്യൻ പറയാൻ, ഞാനൊരു ജ്യോത്സ്യനായിരുന്നു, മുമ്പ് ജ്യോത്സ്യപ്പണി ചെയ്തതിന്റെ പണം ഇപ്പോൾ എനിക്ക് കിട്ടിയതാണ്, അതാണിത്. വായിലേക്ക് കൈയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഛർദിച്ച്, പഠിച്ചവനെ, ഒരു തുള്ളി അംശം ഭക്ഷണം ഹറാമിന്റെ എന്റെ വയറ്റിൽ വന്നു, എന്നെ നരകത്തെ തീറ്റിക്കല്ലേ റബ്ബേ എന്ന അബൂബക്കർ സിദ്ദീഖ്. ജീവിതത്തിലുടനീളം ഹറാമുകൾ തിന്നുന്നവരെ പലിശയുടെ ഏറ്റവും ചെറിയ തോത് സ്വന്തം മാതാവിനെ വിചരിക്കുന്ന തുല്യമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ട് അത് കാതോർക്കാത്ത മനുഷ്യരെ സഅദ് ബിൻ അബീ വഖാസ് അദ്ദേഹം പറയാൻ, ജീവിതത്തിൽ ഒരിക്കലും ഹലാലോ ഹറാമോ എന്ന് വേർതിരിക്കാതെ ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. പൊതുമുതലിൽ നിന്ന് പിഞ്ചു പൈതൽ പേരക്കുട്ടി ഒരു കാരക്ക എടുത്തപ്പോ തുപ്പ് മോനെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ പാരമ്പര്യം. LKG-യിൽ പഠിക്കുന്ന കുട്ടി ഒരു പുതിയ പെൻസിൽ വീട്ടിൽ കൊണ്ടുവന്ന ഉമ്മ ചോദിക്കണം, മോനെ ഇതെവിടുന്ന് കിട്ടി? നമ്മൾ വിചാരിക്കാറെന്താ? അതൊരു അടക്കയല്ലേ, അതൊരു തേങ്ങയല്ലേ, അതൊരു വാഴയല്ലേ, അത് തെങ്ങല്ലല്ലോ, അതൊരു പെൻസിലല്ലേ, അതൊരു ടോർച്ചല്ലല്ലോ എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. കുഞ്ഞുനാളിലെ അത് പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടി കേടുവരില്ല. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. CPM സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞ ഞാൻ പങ്കെടുത്തു. അബ്ദുൽ ഹമീദ് ചേന്നമംഗല്ലൂരിന്റെ മകനാണ് അവിടെ പങ്കെടുത്ത ഷിനാസ്, ദൈവനിഷേധി. ഞാൻ പറഞ്ഞു, വാപ്പാക്കൊത്ത മോൻ തന്നെ, വാപ്പാക്കൊത്ത മോൻ തന്നെ, കൃത്യമാണ്. വാപ്പ വളർന്നത് അങ്ങനെ, ഉമ്മ വളർന്നത് അങ്ങനെ അല്ലേ? അതുകൊണ്ട് സാഹചര്യം, മോഡേൺ സയൻസ് പറയുന്ന പ്രധാന കാര്യം എന്തറിയോ? 3 മാസം ഗർഭപാത്രത്തിരിക്കുന്ന കുട്ടിക്ക് അതിനുശേഷം കേൾവി ഉണ്ടാകുമെന്നാണ്. ഉമ്മ തോന്നിയാസം പറയുന്നുവെങ്കിൽ കുട്ടി അത് കേൾക്കും, ബാപ്പ തോന്നിയാസം പറയുന്നെങ്കിൽ കുട്ടി അത് കേൾക്കും. അങ്ങനെ വീട്ടിൽ സിനിമയും സീരിയലും അരങ്ങ് തകർക്കുകയാണെങ്കിൽ ഗർഭപാത്രത്തിലെ കുട്ടി ഒരു മിനി ചട്ടമ്പിയായാണ് ഭൂമി ലോകത്തേക്ക് പറക്കുന്നത്. ഉമ്മ മുല കൊടുത്തത് ചാനലിന്റെ മുമ്പിൽ, ബാപ്പ മുല കൊടുത്തത് ചാനലിന്റെ മുമ്പിൽ. അതുകൊണ്ടല്ലേ ഇന്ത്യ ടുഡേ 2005 എഴുതിയത് എന്ത് ചാനൽ മാനിയ എന്ന ഇന്ത്യ ടുഡേ അതിനെ വിശേഷിപ്പിച്ചത് ചാനൽ മാനിയ. അത് കണ്ടിട്ടാണത്രേ ഈ സമൂഹം നശിച്ചു പോയത്. അതുകൊണ്ട് പ്രിയങ്കരരെ, നമ്മുടെ മക്കൾക്ക് എന്ത് കാണാൻ കൊടുത്തു? ഖുർആനും സുന്നത്തും ഓതുന്ന ഒരു ഭവനം, വിശുദ്ധ ഖുർആൻ പറഞ്ഞ 33-ാം അധ്യായം 34-ാമത്തെ വചനം, നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. പക്ഷേ നമ്മുടെ വീടുകളിൽ ചാനലുകൾ അരങ്ങു തകർക്കുന്നു. നമ്മുടെ വീട്ടിൽ സഅദ് ബിൻ അബീ വഖാസ് ഇല്ല, നമ്മുടെ വീട്ടിൽ മുഹമ്മദ് നബി ഇല്ല, നമ്മുടെ വീട്ടിൽ മമ്മൂട്ടിയും മോഹൻലാലും കാവ്യാമാധവനും അരങ്ങു തകർക്കുന്ന ലോകത്ത് മനുഷ്യരിൽ നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ചാനൽ കട്ട് ചെയ്യൂ, ഇന്റർനെറ്റ് കണക്ഷൻ കട്ട് ചെയ്യൂ, അല്ലെങ്കിൽ അതിനെ ഇസ്ലാമികമായി ഉപയോഗിക്കാൻ പഠിക്കൂ. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നശിച്ചുകൊണ്ടേയിരിക്കും, അവർ മദ്യപിച്ചുകൊണ്ടേയിരിക്കും, അവർ വ്യഭിചരിച്ചുകൊണ്ടേയിരിക്കും, അവർ തകർന്നുകൊണ്ടേയിരിക്കും. അവരെ ഓർത്ത് വിലപിച്ചിട്ട് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ദുരന്തം ഒരിക്കലും ഉണ്ടാകരുത്. കർമ്മനിരതമായ യൗവനം മരിക്കുമ്പോൾ നെറ്റിത്തടം മുഴുവനും അബൂദർ മഹാനായ ഖബ്ബാബ് മരിക്കാൻ കിടന്ന് ചോദിച്ചില്ലേ, ധന്യമായിരുന്നില്ലേ ഖബ്ബാബ് യുവത്വം? ബിലാലെ ധന്യമായിരുന്നില്ലേ യുവത്വം? അലി ധന്യമായിരുന്നില്ലേ യുവത്വം? അങ്ങനെ ധന്യമായി തീരുന്ന, കർമ്മനിരതമായി തീരുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ. പടച്ചവനെ, ഒരു വർഷം എന്നോട് വിട പറഞ്ഞു,
2010 എന്തൊക്കെ നന്മ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, എത്ര മത്സരിക്കാൻ കഴിഞ്ഞു. ഒരു പുതിയ വർഷത്തിന്റെ പുലരിയിൽ, ഒരു 2-ാം തീയതിയിൽ, ഒരു നന്മയിൽ, ഒരു ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടാൻ ഞാൻ ഇന്നലെ മുസ്ലിങ്ങൾക്ക് മാത്രമായി കണ്ണൂരിൽ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ എനിക്കുണ്ടായ നിർവൃതി, പടച്ചവനെ, ഒരു പുതിയ വർഷത്തിന്റെ, ഒരു ഇംഗ്ലീഷ് വർഷത്തിന്റെ തുടക്കം നിന്റെ തൗഹീദ് പറയാൻ 100-ലധികം മുസ്ലിങ്ങൾ ഒരു സദസ്സിൽ, അവർ സദസ്സിൽ വന്നിരിക്കുന്ന ഒരു സദസ്സിൽ അവസരം തന്ന റബ്ബേ, കർമ്മനിരതമായ യൗവനത്തിനു വേണ്ടി അവസരം തന്ന റബ്ബേ, നിനക്ക് സ്തുതി. 2-ാമത്തെ ദിവസവും അതെ, ഇനി നമ്മൾ 9 വരെ നമ്മൾ കർമ്മനിരതമാണ്. ശേഷം സമ്മേളനത്തിൽ ആവേശം ഉൾക്കൊണ്ട് കേരളത്തിന്റെ ശിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ തൗഹീദിന്റെ പടപ്പാട്ട് പാടാൻ നമ്മൾ കടന്നു ചെല്ലുകയാണ്. സഹോദരങ്ങളെ, മടവൂരികളിൽപ്പെട്ട ഒരു സംഭവം, ഈ അരീക്കോട് അഹമ്മദ് അനസ് മൗലവി പ്രസംഗിച്ചപ്പോ അവിടുത്തെ മടവൂരികൾ മെനയാന്ന് വന്നിട്ട് പറയാൻ, അഹമ്മദ് അനസ് മൗലവി എന്ന പ്രഭാഷകനെ ഞങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്, ഞങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മടവൂരികളായ ഞങ്ങൾ സാമ്പത്തിക ചെലവ് വെക്കാം, ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അനസ് മൗലവിനൊന്ന് ബുക്ക് ചെയ്തു തരുമോ? മാത്രമല്ല, ഇന്നലെ എന്നെ മലപ്പുറത്തുനിന്നൊരു വിവാഹം വിളിച്ചിട്ട് 10 മടവൂരി വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ അവർ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് പറയാ, മടവൂരികൾക്ക് തൗഹീദ് പ്രബോധനമില്ല. തൗഹീദില്ല എന്നല്ലോ, തൗഹീദ് പ്രബോധനമില്ല, പ്രബോധനം നിങ്ങളുടെ കൂടെ, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾക്കൊന്ന് ഇന്നാളെ ബുക്ക് ചെയ്തു തരുമോ എന്നാണ് ചോദ്യം. സഹോദരങ്ങളെ, പ്രതീക്ഷ നൽകാൻ നമ്മളല്ലാതെ ആരാ ഉള്ളത്? ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക്, ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും നമ്മളല്ലാതെ ആരാ പ്രതീക്ഷ? നമ്മൾ മാറി നിന്നാൽ, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും. നിങ്ങൾ ഈ ദൗത്യം ഒഴിവാക്കിയാൽ അള്ളാഹു മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും. ആവില്ലടോ അവർ നിങ്ങളെപ്പോലെ. വലാ യഖാഫുന ലൗമത ലായിം. 5-ാം അധ്യായം 54-ാമത്തെ വചനം. ഈ മീറ്റിംഗിൽ, ഈ യോഗത്തിൽ നമ്മൾ ഉറക്കെ തീരുമാനിക്കുന്നു എന്ത്? ഇനി ഒരിക്കലും ശിർക്ക് ചെയ്യില്ലെന്ന്, ഇനി ഒരിക്കലും ശിർക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കുമെന്ന്, തൗഹീദിന് വേണ്ടി പോരാടുമെന്ന്, ഇനി മദ്യപിക്കില്ലെന്ന്, ഇനി വ്യഭിചരിക്കില്ലെന്ന്, ഇനി പലിശ കൊടുക്കില്ലെന്ന്, ഇനി ഹറാം ഭക്ഷിക്കില്ലെന്ന്, ഇനി അനാവശ്യമായ വേഷവിധാനം ധരിക്കില്ലെന്ന്, ഇനി ചാനലിന് മുമ്പിൽ ഇരിക്കില്ലെന്ന്, ഇനി അക്രമങ്ങൾ നടത്തില്ലെന്ന് അങ്ങനെ തീരുമാനിച്ച് ജീവിച്ചാൽ അത് വൻ വിജയമായിരിക്കും. അല്ലാഹു അക്ബർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.